വിതുര ഉദ്ധവ സംവാദം എന്നുള്ള വിഷയം ഭക്തന്മാരുടെ മുന്നിൽ പറയുക എന്നുള്ളത് ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. വിതുരൻ എന്നുള്ളതായ പദം തന്നെ അറിവിനെ സൂചിപ്പിക്കുന്ന പദമാണ്. വേത്തി ഇതി വിതുര എന്നാണ് വിതുര ശബ്ദത്തിൻ്റെ നിഷ്പത്തിയെക്കുറിച്ച് പറയുന്നത്. അറിയുന്നത് കൊണ്ട് വിതുരൻ എന്നുള്ള പദം ഉണ്ടായി എന്ന് പറയുന്നു. വേദിതും ശീലം അസ്യ അസ്തി ഇത് വിതുര എന്നും പറയാറുണ്ട്. അതായത് ഇവന് അറിയുന്ന ശീലമുള്ളത് കൊണ്ടാണ് എന്ത് പേര് വന്നത്? വിതുരൻ എന്നുള്ള പേര് വന്നത്. അറിയുന്ന ശീലം സാമാന്യമായിട്ട് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നാട്ടിൽ ആർക്കും എന്ത് പേരില്ല? വിതുരൻ എന്നുള്ള പേര് ഇല്ല. അറിയേണ്ടത് അറിയുന്നവനാണ് വിതുരൻ എന്ന് പറയുന്നത്. വിതുരൻ മഹാഭാരതത്തിലെ സനാതന ധർമ്മത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു കഥാപാത്രം ആണ്. ദാസീപുത്രനായതുകൊണ്ട് തന്നെ രാജ്യഭാരമേൽക്കുവാൻ യോഗമില്ലാതിരുന്നിട്ടും അദ്ദേഹത്തെ വളരെ നല്ല രീതിയിലാണ് വേദവ്യാസ മുനി അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വ്യാസപുത്രനാണ്, വ്യാസാംശം മുഴുവനുണ്ട്, പക്ഷേ ജന്മം ദാസിയിലായതുകൊണ്ട് രാജ്യഭാരം കിട്ടിയില്ല. അപ്പോൾ വിതുരനും ഉദ്ധവനും ഏറ്റവും ശ്രേഷ്ഠമായ കഥാപാത്രങ്ങളാണ്. വിതുരനെ സംബന്ധിച്ച് ഒരു നീതിയുണ്ട്, ഉദ്ധവനെ സംബന്ധിച്ചൊരു ഗീതയുമുണ്ട്. അതുകൊണ്ട് വിതുരോദ്ധവ സംവാദം എന്ന് പറയുമ്പോൾ നീതിയുടെയും ഗീതയുടെയും മേളനമായിട്ടാണ് നാം വിലയിരുത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അറിയാനുള്ളതായ ശീലമുള്ളത് കൊണ്ട് തന്നെ ഈ വിതുരൻ ശ്രേഷ്ഠമായി ഹസ്തിനപുരിയിൽ ജീവിക്കുകയുണ്ടായി. എല്ലാ രീതിയിലും ഭീഷ്മരെ പ്രധാന ആചാര്യനായി വരിച്ചുകൊണ്ട് ധനുർവേദമാകട്ടെ, ഗദായുദ്ധമാകട്ടെ, ചർമ്മയുദ്ധമാകട്ടെ, ഗജവിദ്യയാകട്ടെ, വാൾപ്പയറ്റാകട്ടെ എല്ലാം തന്നെ അഭ്യസിക്കുകയുണ്ടായി. കാരണം ആ പേരിൽ തന്നെ ഗുണമുണ്ട്. വിത് എന്നുള്ള ധാതുവിന് വേദം, അറിവ് എന്നൊക്കെയുള്ളതായ ശബ്ദാർത്ഥമുണ്ടല്ലോ. വിത് എന്നുള്ളതായ ധാതുവിന് സത്ത, ലാഭം, വിചാരം, ജ്ഞാനം എന്നൊക്കെയുള്ളതായ അർത്ഥമാണുള്ളത്. അതിൽ നിന്നാണ് വേദമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേദത്തെ വ്യസിച്ചവനായ വേദവ്യാസപുത്രനായതുകൊണ്ടു തന്നെ വേദവ്യാസരുടേതായ എല്ലാ ഗുണങ്ങളും ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളതായ ആ വിതുരൻ ഉദ്ധവനെ കണ്ടുമുട്ടുന്നതായ രംഗമാണല്ലോ. വിതുരൻ എപ്പോഴും ധർമ്മപക്ഷപാതിയായിരുന്നു. പക്ഷപാതം പാടില്ല എന്നാണ് പറയുക, പക്ഷേ വിതുരൻ ധർമ്മപക്ഷപാതിയായിരുന്നു. കൗരവന്മാരുടെ ഇടയിൽ മനസ്സുമുട്ടി ജീവിക്കേണ്ടി വന്ന ആളാണ് വിതുരൻ. ഇത് പലപ്പോഴും ധർമ്മമുള്ളിലുള്ളവർ അനുഭവിക്കുന്ന ഒരു മാനസിക പിരിമുറുക്കമാണ്. നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്താണ്, നമുക്ക് ധാർമ്മികമായ ചിന്തയുണ്ട്, പക്ഷെ നാം ജീവിക്കുന്നത് അധർമ്മത്തിൻ്റെ കൂടെയാണെങ്കിൽ എന്താ അനുഭവിക്കുക? വല്ലാത്ത മാനസിക പിരിമുറുക്കം, അസ്വസ്ഥതകൾ നമുക്ക് അനുഭവപ്പെടും. ഇത് അനുഭവപ്പെടുന്ന വിതുരനെ നമുക്ക് ഈ കൗരവന്മാരുടെ കൂടെ ജീവിക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അവിടുന്ന് പോയപ്പോഴാണ് വിതുരന് സമാധാനം ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ളതായ വിതുരൻ തീർത്ഥാടനത്തിന് പോകുന്നു, സന്യസിക്കാൻ വേണ്ടി പോകുന്നു. എന്തിനാണ് വിതുരൻ സന്യസിക്കാൻ വേണ്ടി പോകുന്നത്? ആലോചിച്ച് നോക്കൂ. ഇതാണ് ഇവിടെ ചോദ്യമുണ്ടായത്. എവിടെ വെച്ചിട്ടാണ് വിതുരൻ മൈത്രേയ മഹർഷിയെ കണ്ടത്? അവർ തമ്മിൽ സംഭാഷണം ചെയ്തത് എന്താണ്? അദ്ദേഹം ഉദ്ധവനെ കണ്ടത് എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിക്കുന്നതായ സന്ദർഭത്തോടു കൂടിയാണ് മൂന്നാമത്തെ സ്കന്ധം ആരംഭിക്കുന്നത്. സൃജ്യന്തേ അസ്മിൻ ഇതി സർഗഃ, സർഗം എന്നുള്ളതായ ലക്ഷണത്തോട് കൂടിയിട്ട് മൂന്നാമത്തെ സ്കന്ധം എങ്ങനെയൊക്കെയാണ് സൃഷ്ടി നടത്തുന്നത് എന്ന് വിശദീകരിക്കുന്നതായ മൂന്നാമത്തെ സ്കന്ധം അങ്ങനെയാണ് ആരംഭിക്കുന്നത്. യദ്വാ അയം മന്ത്രകൃത്വോ ഭഗവാനഖിലേശ്വര പൗരവേന്ദ്രഗൃഹം ഹിത്വാ പ്രവിവേശാത്മസാത്കൃതം. എന്തിനാണ് വിതുരൻ സന്യസിക്കാൻ വേണ്ടി പോയത്?
രാജ്യഭരണത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാമായിരുന്നില്ലേ? സാധാരണ നമ്മളൊക്കെ വീട് ഉപേക്ഷിക്കാനൊക്കെ, കൊട്ടാരം ഉപേക്ഷിക്കാൻ ചില കാരണങ്ങളുണ്ടാകാം. ഒന്ന്, തീരെ സ്വസ്ഥതയില്ലാതിരിക്കുക, അല്ലേ? ഒന്നുമല്ല, നോക്കൂ, എന്തുകൊണ്ട് ഈ പൗരവേന്ദ്ര ഗൃഹം എന്നാണ് പറയുന്നത്. എല്ലാ രീതിയിലും വളരെ സമൃദ്ധമായ ഹസ്തിനപുരമൊക്കെ ഉപേക്ഷിച്ചിട്ട് വിതുരൻ എന്തിനാ സന്യസിക്കാൻ വേണ്ടി പോണത്? അതാണ് ചോദ്യം. അങ്ങനെ സന്യസിക്കേണ്ട ആളാണോ വിതുരൻ? എന്തിനാ ഇതൊക്കെ ഉപേക്ഷിക്കുന്നത്? നമുക്ക് ആർക്കും ഉപേക്ഷിക്കാൻ സാധിക്കണില്ലല്ലോ വീടിനെ കുറിച്ചിട്ട്. വീടിനെയോ സ്വജനങ്ങളെയോ ആത്മചിന്തയെയോ മമതയെയോ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എപ്പോഴാണ് സാധിക്കുക? ഒന്നുകിൽ അത്രയും അസ്വസ്ഥമായിരിക്കണം മനസ്സ്, വീട്ടിൽ യാതൊരു സമാധാനവും ഇല്ലാതിരിക്കണം, അപ്പോഴാണ് എല്ലാം ഇട്ടെറിഞ്ഞ് പോകാം. അങ്ങനെ നമ്മൾ പറയാം, അല്ലേ? എല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ എപ്പോഴാണ് തോന്നുക? ഇദ്ദേഹത്തിന് അതുകൊണ്ടൊന്നല്ല. ഇനി ഭാര്യ വല്ലതും പറഞ്ഞിട്ടാണോ അദ്ദേഹം പോയത്? ഒന്നുമല്ല. വിതുരൻ എങ്ങനെയാണോ അതിനേക്കാളും ശ്രേഷ്ഠയാണ് ആര്? വിതുരൻ്റെ പത്നി. ഭക്തിയിലാണെങ്കിൽ വിതുരപത്നിയുടെ പേര് സുലഭ എന്നോ മറ്റാണ്. സുലഭ, വളരെ സുലഭമായിട്ട് എന്താ ഉള്ളത്? ഭക്തിയാണ് ഉള്ളത്. നമ്മളും ധാരാളം പത്നിമാരെ കണ്ടിട്ടുണ്ട്, ഇല്ലേ? സുലഭയാണോ? സാധാരണ പറയും, തട്ടിയൂരൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്, വിതുരൻ കദളിപ്പഴം നിവേദിച്ചാൽ വിതുരപത്നി പഴത്തോടാണ് അത്രേ നിവേദിക്കുക. എന്താ അത്? ഭക്തി ഉണ്ടാ. ഭഗവാനെ കണ്ടാൽ എല്ലാം മറക്കും, കൊടുക്കണത് എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ എന്താ മുന്നിൽ വെക്കുക? കദളിപ്പഴത്തിൻ്റെ തോട് വെക്കും. പക്ഷെ ഭഗവാൻ സുഖമായിട്ടത് കഴിക്കുന്ന പറയുക. ഭക്തിയിൽ അത്രയും ഗ്രാഹ്യമുള്ളവളാണ്, അത്രയും ഭക്തി പാരവേശ്യമുള്ളവളാണ്. അപ്പോൾ അങ്ങനെയുള്ളതായൊരു പത്നിയെ ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും പോകില്ലാലോ. സമ്പൽ സമൃദ്ധമായ കൗരവരാജധാനി ഉപേക്ഷിച്ചിട്ട് പോവില്ലാലോ. പിന്നെ എന്തിനാണ് ഈ വിതുരൻ കൊട്ടാരം ഉപേക്ഷിച്ച് പോയത് എന്നാണ് ആദ്യം തന്നെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അതിന് പല കാരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞു, കൗരവപക്ഷത്താണെങ്കിലും മനസ്സ് ഈശ്വരപക്ഷത്താണ്, ധർമ്മപക്ഷത്താണ്. അതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും പാണ്ഡവന്മാർക്ക് അദൃശ്യമായ സഹായമായിട്ട് വിതുരൻ മാറിയത്. അരക്കില്ലത്തിൻ്റെ ചതി മനസ്സിലാക്കിയപ്പോൾ അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഖനീകൻ എന്നുള്ള ഒരാളെ ഏർപ്പാട് ചെയ്ത് തുരങ്കമുണ്ടാക്കാൻ വിദഗ്ധനാണ് ഖനീകൻ. അദ്ദേഹത്തെ ഏർപ്പാട് ചെയ്ത് പാണ്ഡവന്മാരെ രക്ഷിച്ചതും ആ ഗംഗാനദി കടക്കാൻ വേണ്ടിയിട്ട് തോണിക്കാരനെ ഏർപ്പാട് ചെയ്തതും ഭീമസേനനെ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ കുന്തിദേവിക്ക് ആശ്വാസം പകർന്നതുമൊക്കെ വിതുരനാണ്. അപ്പോൾ മനസ്സെപ്പോഴും ഭഗവാനിലേക്കാണ് എന്നാണ് പറയുന്നത്. മനസ്സെപ്പോഴും ധർമ്മപക്ഷത്താണ്. അതുകൊണ്ട് ആ ധർമ്മത്തിന് ലഭിക്കുന്നതായ അനുഗ്രഹമാണ് വിതുരൻ്റെ യാത്ര എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വിതുരൻ യാത്രയാകാനുള്ള കാരണമെന്ന് പറയുന്നത് സംസർഗം നേരെയല്ലാത്തത് കൊണ്ടാണ്. സംസർഗമല്ല, അദ്ദേഹത്തിന് ജീവിതത്തിൽ കിട്ടുന്നത് മുഴുവൻ സത്സംഗമല്ല, ദുസ്സംഗമാണ്. കാരണം കൂടെ ജീവിക്കുന്നവരൊക്കെ തന്നെ ദുര്യോധനൻ, ദുശാസനൻ, ഇല്ലേ? അപ്പോൾ അവിടുന്ന് എന്തേ കിട്ടുള്ളൂ? ദുസ്സംഗ കിട്ടുക. ഈ സംഘം കൊണ്ടാണ് മനസ്സിന് എല്ലാ രീതിയിലുള്ളതായ സുഖവും ദുഃഖവും ഉണ്ടാകുക. ദുസ്സംഗത്തിലേക്ക് മനസ്സ് പോകുമ്പോൾ, വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുമ്പോൾ ദുഃഖമുണ്ടാകുന്നു. എന്നാൽ സുഖത്തിലേക്ക്, ഭഗവാനിലേക്ക്, സത്തിലേക്ക് സംഘമുണ്ടാകുമ്പോൾ ആനന്ദമുണ്ടാകുന്നു. അതുകൊണ്ടാണ് വിതുരൻ ഇറങ്ങിപ്പോകുമ്പോഴും ഇവിടെ പറയുന്നതായ ഒരു പദം ഗതവ്യഥ എന്നാണ്. യാതൊരു രീതിയിലുള്ള ദുഃഖവും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇരിക്കുന്നവർക്ക് വീടിനെ ഉപേക്ഷിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് വരുമ്പോൾ ദുഃഖമല്ലേ? കുറച്ച് നേരത്തേക്ക് സുഖം ഉണ്ടാകും, പിന്നെ ദുഃഖം വരും. നമ്മുടേതെന്ന് വിചാരിക്കുന്നതിനെ ഉപേക്ഷിക്കുമ്പോൾ നമുക്കൊക്കെ എന്താ ഉണ്ടാകണത്? ദുഃഖമാണ്. പക്ഷെ വിതുരൻ അതുണ്ടായില്ല. ഭാഗവതം പറയുന്നത് സനിർഗത കൗരവ പുണ്യലബ്ധോ ഗജാഹ്വയാ തീർത്ഥപദപദാനി അന്വാക്രമൽ പുണ്യചികീർഷയോർവ്യാം സ്വധിഷ്ഠിതോ യാനി സഹസ്രമൂർത്തി. ഭഗവാന്റെ വിഭൂതികളെ കണ്ട് കണ്ട് വിതുരൻ സഞ്ചരിക്കുന്നത് എങ്ങനെയാ സഞ്ചരിച്ചത്? ഗതവ്യത, യാതൊരു രീതിയിലുള്ള ദുഃഖവും ഉണ്ടായിട്ടില്ല. നമ്മൾ തീർത്ഥാടനത്തിന് പുറപ്പെടും, വൃന്ദാവനത്തിലേക്ക് പോകും. ഉടനെ ചോദിക്കും, എത്ര ദിവസമാണ് യാത്ര? എത്ര ദിവസമാണ് യാത്ര? 10 ദിവസം. അയ്യോ, അത്രയൊന്നും ദിവസം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല.
ഇതാണ് തീർത്ഥാടനത്തിന് പോകുമ്പോൾ പോലും നമ്മുടെ ചിന്ത. പക്ഷെ വിതുരൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എന്താ കാരണം? ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടുവല്ലോ, എനിക്ക് സ്വതന്ത്രമായിട്ട് ഈശ്വരാന്വേഷണം നടത്താമല്ലോ, എൻ്റെ പേരിൻ്റെ അർത്ഥത്തെ അന്വർത്ഥമാക്കുമാറ് എനിക്കറിയാനുള്ളതെല്ലാം ഇനി അറിയാമല്ലോ എന്നുള്ളതായ ചിന്ത വിതുരന് ഉണ്ടായതുകൊണ്ട് ഉപേക്ഷിക്കാൻ മനസ്സ് വിഷമിച്ചില്ല എന്നാണ് പറയുന്നത്. ഭാരതത്തിൽ സാധാരണ ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നും രണ്ട് ക്ലാസ്സാണ് ഉണ്ടാവുക, ഉള്ളവരും ഇല്ലാത്തവരും. മറ്റൊരു വിഭാഗമുണ്ട് ഉണ്ടായിട്ടും വേണ്ടാത്തവർ. അങ്ങനെയുള്ളതായ വിഭാഗത്തെ കാണുക ഭാരത മണ്ണിലാണ്. ഉണ്ടായിട്ടും വേണ്ടാത്തവർ, ഉപേക്ഷിക്കവർ. ശ്രീബുദ്ധനെ ആലോചിച്ച് നോക്കൂ, ചിന്മയാനന്ദ ഗുരുദേവനെ ആലോചിച്ച് നോക്കൂ. എല്ലാവരും ധാരാളം സമ്പത്തുള്ള തറവാട്ടിലാണ് ജനിച്ചതേ. ശ്രീബുദ്ധൻ യുവരാജാവാണ്, പക്ഷേ ഉണ്ടായിട്ടും എന്ത് വേണ്ടെന്ന് പറഞ്ഞു? വേണ്ട. അയോധ്യയുടെ രാജാധികാരം വേണമെങ്കിൽ ഒരു വാക്കുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, വേണ്ട, ഞാൻ കാട്ടിലേക്ക് പോകാം. ഭരതൻ പിന്നീട് വന്നിട്ട് കാല് പിടിച്ച് പറഞ്ഞു, വരൂ, ഇപ്പോഴും രാജാവാക്കാം. ഇവിടെ ഇരിക്കുന്ന ആരോടാണെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ എന്താ അവസ്ഥ ഉണ്ടാവുക? പോവില്ലേ? ഉണ്ടായിട്ടും വേണ്ട എന്ന് പറയുന്ന നിർമ്മമത ഉള്ളവരായിട്ടുള്ളവർ ഭാരതത്തിൽ ധാരാളമുണ്ട്. അതുകൊണ്ടാണ് വിതുരൻ ഈ കൊട്ടാരത്തിൻ്റെ സൗഭാഗ്യത്തെയും അവിടെ ദുര്യോധനൻ്റെ വാക്കുകളെ അനുസരിച്ച് കഴിഞ്ഞു കൂടിയാൽ കിട്ടുന്നതായ സൗഭാഗ്യങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് എനിക്ക് ഈശ്വര സാക്ഷാത്കാരമാണ്, ഭഗവാനെ അറിയുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയത്. അതിന് കാരണമുണ്ടായിരുന്നു. എന്താ? ഒന്നാമത് ധൃതരാഷ്ട്രയുടെ മനോഭാവമാണ്. ധൃതരാഷ്ട്രക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്, എന്ത് കാര്യം ചെയ്യുമ്പോഴും അനുജനോട് ചോദിക്കുന്ന. ആരാനുജൻ? വിതുരനോട്. മറ്റൊരു കാര്യത്തിൽ നിർബന്ധമുണ്ട്, ചോദിക്കുക മാത്രമേ ചെയ്യുള്ളൂ, അനുസരിക്കുന്നത് ദുര്യോധനം പറഞ്ഞിട്ടാണ്. പോരെ? എന്ത് കാര്യവും ആരോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ? വിതുരനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. പക്ഷെ അനുസരിക്കുന്നത് മുഴുവൻ ആര് പറയണത്? ഇതും നിർബന്ധ. അങ്ങനെ വിനഷ്ടദൃഷ്ടി എന്നാണ് പറയണത്. സ്വന്തം മകൻ പറയുന്നത് അന്ധമായി കേട്ട് സ്വതവേ കണ്ണ് കാണില്ല, പിന്നെന്തിനാ ഈ കണ്ണ് കാണുന്നില്ല എന്ന് വീണ്ടും പറഞ്ഞത്? കണ്ണ് എന്ന് പറയുന്നത് അവനവൻ്റെ ആത്മജ്ഞാനമാണ്, സ്വബുദ്ധിയാണ്. ഇത് നഷ്ടപ്പെടുകയാണ് കണ്ണ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ദേഷ്യം വന്നാൽ കണ്ണ് കാണില്ല. ആർക്കെങ്കിലും ദേഷ്യം വന്നിട്ട് കണ്ണ് കാണാതിരിക്കാറുണ്ടോ? പറയൂ. ദേഷ്യം വന്നാൽ നമ്മൾ തല്ലേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് തല്ലും, എന്നിട്ട് പറയും കണ്ണ് കാണില്ല എന്ന്. അപ്പോൾ കണ്ണ് കാണില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആത്മബുദ്ധി, സ്വബുദ്ധി നഷ്ടപ്പെടുക എന്നുള്ളതാണ്. തൻ്റെ പുത്രനാണ് എന്നുള്ളതായ അന്ധതയാൽ, അവരിലുള്ളതായ അമിതമായ വിശ്വാസത്താൽ പല ദുഷ്കർമ്മങ്ങൾക്കും പ്രിയപ്പെട്ട സഹോദരൻ കൂട്ടുനിൽക്കുന്നത് കണ്ടപ്പോൾ മടുത്തുപോയി ഈ വിതുരന് എന്നാണ് പറയുന്നത്. പാരൻസ് പല രീതിയിലുണ്ട്. മക്കൾ പറയുന്നത് മുഴുവൻ സമ്പൂർണ്ണമായി അംഗീകരിച്ച് അവരൊരു തെറ്റും ചെയ്യില്ല എന്നുള്ളതായ ചിന്തയോട് കൂടിയിട്ട് അവർക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യവും കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ട്. അല്ലേ? ആലോചിച്ച് നോക്കൂ. മകനെ പട്ടാളച്ചിട്ടയിൽ ഇടതും വലതും അനങ്ങാൻ വിടാതെ കണ്ട് വളർത്തുന്ന രക്ഷിതാക്കളുണ്ട്. ഹെലികോപ്റ്റർ പാരൻ്റ് എന്ന് അങ്ങനെയുള്ളവരെ പറയുക. പിന്നെയോ, എന്നാൽ ഒരു പട്ടത്തിനെ പോലെ ഒരു ചരട് കയ്യിൽ പിടിച്ചുകൊണ്ട് സകല സ്വാതന്ത്ര്യവും മക്കൾക്ക് കൊടുക്കുന്ന രക്ഷിതാക്കളുമുണ്ട്. അങ്ങനെയുള്ള രക്ഷിതാക്കളാണ് വേണ്ടത്. പക്ഷേ ഈ ധൃതരാഷ്ട്രർ ആരായിരുന്നു? കണ്ണിന് മാത്രമല്ല അന്ധത വന്നത്, മനസ്സിനും അന്ധത വന്നിട്ട് തൻ്റെ മക്കൾ ചെയ്യുന്നതായ ദുഷ്കർമ്മങ്ങൾക്കെല്ലാം മൗനസാക്ഷിയായി കൂട്ടുനിന്നവനാണ് എന്നാണ് പറയുന്നത്. അനർഹരാം പുത്രരിൽ വാച്ചകൂറിനാൽ അനാഥരാം മന്നനുജൻ്റെ പുത്രരെ അരക്കുകേഹത്തിലടച്ചതിന്നു തീ കൊടുത്ത വൻ തെറ്റിനു കൂട്ടുനിന്നവൻ പ്രവേശലാക്ഷാഭവനേ ദദാഹ. കൂട്ടുനിന്നില്ലേ? കണ്ണ് കാണില്ല എങ്കിലും മക്കളെ, നീ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു വാക്ക് പറയുണ്ടായോ എന്ന് ആലോചിച്ച് നോക്കൂ. ദ്രൗപദിയുടെ മുടി പിടിക്കാൻ തൻ്റെ മക്കൾ ശ്രമിച്ചപ്പോൾ, മുടി പിടിച്ചപ്പോൾ അരുത് എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മക്കൾ നന്നാവുക? ഗാന്ധാരി പറയുന്നുണ്ട്, കൃഷ്ണ,
ഞാൻ മരിച്ചാൽ എൻ്റെ കർമ്മം ചെയ്യാൻ ഒരു കുട്ടിയെ പോലും നീ ബാക്കി വെച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, മക്കൾ നോക്കാത്ത അമ്മയെ ഈശ്വരന് പോലും രക്ഷിക്കാൻ സാധിക്കില്ല എന്ന്. നോക്കാമായിരുന്നില്ലേ കണ്ണ് കെട്ടാതിരുന്നിട്ട്? നോക്കിയോ? നോക്കിയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ തെറ്റിന് കൂട്ടുനിന്ന സന്ദർഭം വിതുരന് സഹിക്കാൻ സാധിക്കണില്ല എന്നാണ് പറയുന്നത്. സദസ്സിലധർമ്മജ പട്ടരാജ്ഞിതൻ കജം പിടിച്ചാത്മജരിട്ടഴക്കവേ കരഞ്ഞു വാവിട്ടതു കേട്ടുമേതുമാവ് ഗർഭകൃത്യം തടയാതിരുന്നവൻ. മക്കളെ, അരുത് അരുത്, ആ സഹോദരിയുടെ മുടി പിടിച്ച് വലിച്ചിഴക്കരുത് എന്ന് പറയാൻ നാവ് പൊന്തിയില്ലാലോ എന്നാണ് പറയുന്നത്. എന്നിട്ടോ വനവാസത്തിന് ശേഷം വന്നിട്ട് അർഹതപ്പെട്ടതായ പാതി രാജ്യം ചോദിച്ചതായ സന്ദർഭത്തിൽ കൊടുക്കാൻ ഒരു വാക്ക്, ഒരു നാവ് ഉയർന്നുവോ? ധൃതരാഷ്ട്രക്ക് ആലോചിച്ച് നോക്കൂ. നയാചതോ ദാസമയേന ദായം തമോജുഷാണോ യദജാതശത്രോഹോ. അവരുടെ ദായം കൊടുക്കാനുള്ളതായ ഒരു കൽപ്പന പോലും പുറപ്പെടുവിക്കാതെ ഇരുന്നതായ ആ ധൃതരാഷ്ട്രയുടെ മനസ്സ് വായിച്ചറിഞ്ഞു വിതുരൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ പല പല കർമ്മങ്ങളായിട്ട് കാണുകയുണ്ടായി. ഭഗവാനെ പിടിച്ചു കെട്ടാൻ പോലും പോയില്ലേ. ഭഗവാൻ ദൂതായിട്ട് വന്നു. ഭഗവാൻ ദൂത് വന്നപ്പോൾ ഭഗവാൻ പാണ്ഡവ പക്ഷപാതിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാനെ പിടിച്ചു കെട്ടാൻ പോലും അവിവേകത്താൽ ശ്രമിച്ചപ്പോൾ ഒന്ന് പറയാമായിരുന്നില്ലേ ഈ ധൃതരാഷ്ട്രക്ക്? യശോദ പിടിച്ച് കെട്ടിയിട്ടുണ്ട്, കുറൂരമ്മ കുട്ടകത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ആർക്ക് സാധിക്കില്ല? നമ്മളെ കൊണ്ട് സാധിക്കുമോ? ആരെ കെട്ടാനാ പോകുന്നത്? അകവും പുറവും ഇല്ലാത്തതായ വിശ്വം വിഷ്ണു വഷട്കാര സ്വരൂപിയായ ആ ഭഗവാനെ കെട്ടാൻ വേണ്ടിയിട്ട് ദേഷ്യം വന്നിട്ട് ദുര്യോധനാദികളൊക്കെ ശ്രമിച്ച സമയത്ത് അരുതേ അരുതേ അരുത് എന്ന് പറയാനുള്ളതായ ഒരു ശബ്ദം ധൃതരാഷ്ട്രത്തിൽ നിന്നും ഉയർന്ന് കണ്ടില്ല. എങ്ങനെ ഇവരുടെ കൂടെ പിന്നെ പൊറുക്കുക എന്നാണ് വിതുരന് മനസ്സുണ്ടായത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാ രീതിയിലും മക്കൾ ചെയ്യുന്നതായ ആ തെറ്റിനെ അനുകൂലിച്ചു കൊണ്ട് ജീവിക്കുന്നതായ ഈ ധൃതരാഷ്ട്രയെ കാണുകയാണ്. മക്കൾ എന്നുള്ളതായ അന്ധതയാൽ മുകുന്ദ വിദ്വേഷികളായിട്ടുള്ളതായ മക്കളെ ഭഗവാൻ ഇല്ലാതാക്കുമെന്നുള്ളതായ ചിന്ത പോലും ഇല്ലാതെ കണ്ട് അധർമ്മത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടപ്പോഴാണ് വിതുരന് തോന്നിയത് ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളതായ ചിന്തയുണ്ടായി. ആ സന്ദർഭത്തിലാണല്ലോ പറഞ്ഞത് ഭഗവാൻ ദ്വാരകയിൽ തന്നെയുണ്ട്, എങ്ങും പോയിട്ടില്ല. ധർമ്മത്തെ സംസ്ഥാപിക്കുന്നതിന് വേണ്ടി അവതാരം ചെയ്തിട്ടുള്ളതായ ഭഗവാൻ എല്ലാറ്റിനെയും ഇല്ലാതാക്കുമെന്നുള്ളതായ ചിന്തയില്ലാതെ കണ്ട് ഇത്തരം വിഗർഹ്യമായ കർമ്മങ്ങൾ ചെയ്യുന്നതായ സന്ദർഭത്തിൽ ഒരു വാക്ക് പറഞ്ഞു പോയി വിതുരൻ. എന്താ പറഞ്ഞത്? ഭഗവാനോട് വിശ്വരൂപമൊക്കെ കാട്ടി ആകെ പരിഭ്രമമായി, എൻ്റെ മക്കൾക്ക് ആപത്ത് വരും, അപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ ആരെക്കൊണ്ടേ സാധിക്കുള്ളൂ, വിതുരനെ വിളിക്കൂ വിതുരനെ വിളിക്കൂ എന്നായി. ഭഗവാൻ ഇത്രയും പ്രതിപത്തിയുള്ള ഒരാൾ അവിടെ ഇല്ല കേട്ടോ. ഭഗവാൻ വന്ന സമയത്ത് ദുര്യോധനൻ ക്ഷണിക്കുകയുണ്ടായി, കൃഷ്ണ ഇന്ന് നമുക്ക് ഒരുമിച്ച് ആഹാരമൊക്കെ കഴിക്കാമെന്ന് പറയുണ്ടായി. പക്ഷേ ഭഗവാൻ അപ്പം എന്താണെന്നറിയോ പറഞ്ഞത്? അതെ, ഇവിടെ വന്നപ്പോൾ തന്നെ എന്നെ ഒരാൾ വിളിക്കുകയുണ്ടായിട്ടോ, ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോണത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പൗരവേന്ദ്രഗൃഹം ഹിത്വാ പ്രവിവേശാത്മസാൽകൃതം സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സന്തോഷത്തോടു കൂടി വിളിക്കാത്ത വിതുരരുടെ വീട്ടിലേക്ക് പോയതാ. ശ്രദ്ധിച്ചോളൂ കേട്ടോ. വിതുരൻ വിളിച്ചിട്ടൊന്നുമില്ല, കൃഷ്ണ എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് വിളിച്ചിട്ടില്ല. ഒരു കളവ് പറഞ്ഞു എന്ന് ആവശ്യത്തിന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ദുര്യോധനോട് പറഞ്ഞത് എന്നെ ഒരാൾ ആദ്യം ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വിതുരയുടെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ അങ്ങനെയുള്ളതായ വിതുരനെ ഭഗവാനെ അപമാനിച്ചത് കാണാൻ സാധിക്കുമോ? കണ്ടു നിൽക്കാൻ വേണ്ടി സാധിക്കുമോ? സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ വിതുരൻ പറയുണ്ടായി അത്രേ ഈ ധർമ്മപുത്രാദികളോട് കൂടിയിട്ട് എന്ത് പറയണ്ടായി? സയേഷ ദോഷ പുരുഷദ്വിടാസ്തേ ഗൃഹാൻ പ്രവിഷ്ടോ യമപത്യമത്യാം പുഷ്ണാസി കൃഷ്ണോത് വിമുഖോ ഗതശ്രീ ത്യജാശ്വശൈവം കുലകൗശലായ. ഈ കുലം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഒരാളെ ഉപേക്ഷിക്കണം എന്ന്
ഇവിടെ പറയുണ്ടായി എന്ന് പറയണം. ത്യജിക്കണം, ആശു എന്നാ പറയണത്. ത്യജ ആശു അശൈവം. അമംഗളനായ ഈ ദുര്യോധനനെ, കുരുത്തം കെട്ട കുലോത്തമനായ ദുര്യോധനനെ ഉപേക്ഷിച്ചാൽ മാത്രമേ ഈ കുലം രക്ഷപ്പെടുള്ളൂ എന്നാ പറഞ്ഞത്. വളരെ വേഗം ഉപേക്ഷിക്കണം. യുവരാജാവാണ് അല്ലേ? ഇത് കേട്ടുകൊണ്ടാണ് അത്രേ ദുര്യോധനൻ വന്നത്. ദുര്യോധനൻ എങ്ങനെ വരികയുണ്ടായി എന്ന് മാത്രമല്ല, എങ്ങനെയാ വന്നത്? പ്രവൃദ്ധ കോപസ്ഫുരിതാധരേണ. വളരെയധികം കണ്ണുകളൊക്കെ ചുവപ്പിച്ചുകൊണ്ട്. ആരെയാണ് ഈ ദാസീപുത്രൻ ഇങ്ങോട്ട് വിളിച്ചത് എന്നാ ചോദിക്കണതേ. ഈ ദാസീപുത്രൻ ഇങ്ങോട്ട് ആരാ വിളിച്ചത്? ഉണ്ട ചോറിന് നന്ദി കാട്ടാത്തവനാണ്. ഞാൻ കൊടുക്കുന്നതായ ചോറും കഴിച്ച് ഇവിടെ അടങ്ങിയൊതുങ്ങി കഴിയേണ്ടവൻ എന്നെ പുറത്താക്കാൻ വേണ്ടി പറയണമെന്നാണ് പറയണതേ. ദേഷ്യം വരാതിരിക്കുമോ? അങ്ങനെ ദാസീസുതൻ തന്നെ ഇവൻ പരാർത്ഥം. അവനവൻ്റെ ജന്മത്തെക്കുറിച്ച് പറയുക. ദാസീപുത്രൻ എന്നൊക്കെ കേൾക്കുക സങ്കടമല്ലേ? സദസ്സിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. ഈ കർണന് എപ്പോഴും സങ്കടമാണത്രേ. കർണൻ രുക്മിണീ സ്വയംവര സമയത്തിൽ പോയത്രേ. അപ്പോഴാണ് കർണനോട് ചോദ്യം ഉണ്ടായത്, കുലമേത് കർണ? ഉരുകിപ്പോയി മനസ്സ് എന്ന് അറിയില്ലല്ലോ പാവ. ആലോചിച്ച് നോക്കൂ, കുലമേത് കർണ എന്നാണ് ചോദിക്കുന്നത്. തൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതായ വാക്കുകളാണ്. ഈ ദാസീപുത്രനെ ആരാ ഇങ്ങോട്ട് വിളിച്ചത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവൻ എന്ത് വേണം? അടിച്ചിറക്കട്ടെ ഗൃഹത്ത്. ഇവനെ അടിച്ചിറക്കണം എന്നാ, പടി അടച്ച് പിണ്ടം വെക്കണം എന്നാ പറഞ്ഞതേ. ആരെയാണ് പറയണത്? വിതുരനെ. നോക്കൂ, കഷ്ടകാലം വന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. നന്മയോട് ഇഷ്ടം ഉണ്ടാവണം എന്നില്ല, നല്ലത് കേൾക്കാനോ നല്ലത് പറയാനോ ഇഷ്ടം ഉണ്ടാവണം എന്നില്ല. വിനാശകാലേ വിപരീത ബുദ്ധി. ഈ കൗരവന്മാരുടെ ഭാഗത്ത് ഒരു പുണ്യമുണ്ട്. അതാരാ പുണ്യം? ഈ വിതുരൻ എന്നുള്ളതായ പുണ്യം മാത്രമേ അവരുടെ കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോഴാണ് വിപരീത ബുദ്ധി. ഇനി ഇതിനെ കൂടി അങ്ങോട്ട് ഇറക്കി വിട്ടേക്കാം. എന്താ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. ഇത്രയും കാലം ഈ കൗരവന്മാർ നശിക്കാത്തതിൻ്റെ കാരണം തന്നെ എന്തായിരിക്കാം? ഈ വിതുരൻ എന്നുള്ളതായ ഒരു പുണ്യം അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഭഗവാൻ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാകും. ഇതിൻ്റെ വായിൽ അങ്ങോട്ട് കയറി വികട സരസ്വതിയായിട്ട് പറയുക, പടി അടിച്ചിട്ട് പിണ്ണം വെച്ചോളൂ എന്നുള്ളതായ ഭാവത്തിൽ ഇവനെ അടിച്ചിറക്കണം എന്നാണ് പറയുണ്ടായത് അത്രേ. ദാസീസുതൻ തന്നെ ഇവൻ പരാർത്ഥം. ചോറ് നൽകുന്നവനായ അവനെ തന്നെ ഉപദ്രവിക്കുന്നതായി ഇവനെ അടിച്ചിറക്കൂ എന്നുള്ളതായ വാക്ക്. ഇങ്ങനെ ഉള്ളതായ വാക്ക് കേൾക്കുന്നതായ സന്ദർഭത്തിൽ എന്താ ഉണ്ടായത് നോക്കൂ. കയേനമത്രോപജുഹാവജിംഹം. കുടില സ്വഭാവമുള്ളതാണ്. ദാസ്യാസുതം യദ്ബലിനൈവ വൃഷ്ടഃ. ദാസീസുതനാണ്. അതുകൊണ്ട് ഇവനെ പെട്ടെന്നായിട്ട് നിർവാസ്യതാമാസു പുരാശ്വസാന. അവസാന ശ്വാസം എന്നാണ് പറയണത്. ശ്വാസം ബാക്കി വെക്കാത്ത രീതിയിൽ ഇതിനെ അടിച്ച് പുറത്താക്കണം എന്നാണ് പറയണത്. സാധിക്കുമോ? നോക്കൂ, നമ്മുടെ ഉള്ളിലൊക്കെ ഒരു വിതുരനുണ്ട്. നമ്മുടെ ഉള്ളിൽ ദുര്യോധനന്മാരാണോ കൂടുതൽ വിതുരന്മാരാണോ? സാമാന്യമായിട്ട് ഏവരുടെയും ഉള്ളിൽ ദുഷിച്ച ചിന്തകളാണ് ഉണ്ടാവുക. എന്നാൽ അതിനകത്ത് എല്ലാം ദുഷിച്ച ചിന്തകളാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ആരുണ്ടാകും? വിതുരന്മാരും ഉണ്ടാകും. നമുക്ക് കാലദോഷം വന്നാൽ നമ്മളും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും ആരെ പുറത്താക്കാറുണ്ട്? എങ്ങനെയാണ് നമ്മളൊരു ദുഷ്കർമ്മം ചെയ്യണത് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് നമ്മൾ തെറ്റ് ചെയ്യണതെന്ന് ആലോചിച്ച് നോക്കൂ. മനസ്സിലുള്ളതായ വിതുരനെ എപ്പോഴാണോ പുറത്താക്കുന്നത് അപ്പോഴാണ് നമുക്കും ദുഷ്കർമ്മം ചെയ്യാൻ വേണ്ടി തോന്നുക. മനസ്സിൻ്റെ ഉള്ളിലുള്ളതായ സത്ശീലങ്ങളെ, സത്സംഗങ്ങളെ, സദ്വാസനകളെ പുറത്താക്കിയാൽ ആത്മനാശമാണ് വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കണില്ല. ഈ വിതുരൻ പുറത്തു പോയതോടുകൂടി അല്ലേ ഈ കൗരവന്മാർക്ക് നാശം ഉണ്ടായതെന്ന് ആലോചിച്ച് നോക്കൂ. അതുവരെ വച്ചടി കയറ്റം ദുഷ്കർമ്മങ്ങളിലൂടെയാണെങ്കിലും എന്തുണ്ടായി? താൽക്കാലികമായ ഉന്നമനം, ശ്രേയസ് കൗരവന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വിതുരൻ പോയതോടുകൂടിയിട്ട്, മനസ്സിലുള്ളതായ നന്മ ധർമ്മം പോയതോടുകൂടിയിട്ട് ആത്മനാശമല്ലേ അവർക്ക് ഉണ്ടായത് എന്നുള്ള ചിന്ത കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഭാഗവതം വായിക്കാനും കേൾക്കാനും നമുക്ക് സാധിക്കണം എന്നാണ് പറഞ്ഞത്. ഏതായാലും ഇതങ്ങനെ കേൾക്കുണ്ടായി. കേട്ടതായ സന്ദർഭത്തിലോ കർണബാണൈഹി ചെവിയിൽ തറക്കണത് പോലെ ഈ ശകാര വാക്കുകൾ ഇങ്ങനെ വരികയുണ്ടായി. അങ്ങനെ വന്നതായ സന്ദർഭത്തിൽ അടിക്കാനും പുറത്താക്കാനൊന്നും ഒന്നുമില്ല കേട്ടോ. സ്വയം ധനുർദ്വാരി,
നിധായ മായാം. വേഗത്തിൽ അങ്ങോട്ട് സഞ്ചരിച്ചു. ഒന്നും എടുത്തില്ല കേട്ടോ. ആ കയ്യിലുണ്ടായിട്ടുള്ള ധനുസ് അവിടെ ആ കവാടത്തിലായിട്ട് ചാരി വെച്ചിട്ട് എന്നിട്ടൊരു നമസ്കാരം കൂടി കൊടുത്തു. ആരെയാ നമസ്കരിച്ചതെന്നറിയോ? മായയെ നമസ്കരിച്ചു അത്രേ. ആരെയാ നമസ്കരിച്ചത്? ഈശ്വരൻ്റെ മായ. കാരണം എന്താ? ഈ മായ കൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കണത് എന്നാണ് പറയണത്. ഒന്നും മനസ്സിലാക്കാതെ ഓരോരോ കർമ്മത്തിൻ്റെ പിറകെ പോവുകയല്ലേ ചെയ്യണത്. വരും വരായികളെക്കുറിച്ച് ആലോചിക്കാതെ കണ്ട് അപ്പപ്പ തോന്നണത് അപ്പപ്പ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കണതായ ആപത്ത് ഈശ്വരൻ്റെ മായ എന്നല്ലാതെ എന്താ പറയുക? അതുകൊണ്ട് വേഗത്തിലായി അവിടെ വില്ലങ്ങട് വെച്ച് മായാപ്രഭാവം എന്നുള്ളതായ ചിന്ത അങ്ങടെ മനസ്സിലേക്ക് ഉണ്ടായിട്ട് അവിടുന്ന് ഗതവ്യഥോയാതുരുമാനയാന. ഗതവ്യഥ, സങ്കടമൊന്നുമില്ല കേട്ടോ, ഒരു വിഷമം ഉണ്ടായില്ല. കാരണം എന്താ? ഒഴുകണ തോണിക്ക് ഒരു ഉന്ത് എന്ന് പറയുന്നത് പോലെയാ. ഒഴുകണ തോണിക്ക് ഉന്ത് കിട്ടിയാൽ എന്താ ഉണ്ടാവുക? സന്തോഷമാണോ സങ്കടമാണോ? സന്തോഷം ഉണ്ടാവുക. എന്ന് പറയുന്നത് പോലെ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കൊതിച്ചു നിൽക്കുന്നതായ മനസ്സിന് ഇങ്ങനെയുള്ളതായ അനുഭവങ്ങൾ വരുമ്പോൾ അത് കൂടുതൽ ശക്തമാകുന്നു ആ വാസനകൾ എന്ന് പറയണം. അതുകൊണ്ട് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനുള്ളതായ ഒരു ചിന്തയാണ് ഭാഗവതം നമുക്ക് നൽകുന്നത്. ഭാഗവതം നമുക്ക് നൽകുന്നത് വലിയ ആശ്വാസമാണ്. താനറ്റോളജി എന്നുള്ളതായൊരു വിഭാഗമുണ്ട് മെഡിസിനിൽ. താനറ്റോളജി എന്നാണ് പറയുക. നമുക്കെല്ലാവർക്കുമുള്ള ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണഭയമാണ്. ഈ മരണഭയത്തെ എങ്ങനെ ഇല്ലാതാക്കുക? മരിക്കാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇല്ലാതാക്കാൻ സാധിക്കുമോ? എന്തായാലും മരിക്കും. അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് താനറ്റോളജി എന്ന് പറയുന്നത്. സന്തോഷത്തോടു കൂടി മരിക്കാൻ അത് അനിവാര്യമാണ് എന്നുള്ളതായൊരു അക്സെപ്റ്റൻസിലേക്ക്, സ്വീകരണത്തിലേക്ക് മനസ്സിനെ എത്തിക്കുക. അതിന് താനറ്റോളജിസ്റ്റ് എന്നാണ് പറയുക. അങ്ങനെ സഹായിക്കുന്നവരെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താനറ്റോളജി ഗ്രന്ഥമാണ് ഭാഗവതം. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താനറ്റോളജിസ്റ്റാണ് ശ്രീശുക ബ്രഹ്മർഷി. കാരണം മരിക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷിത്ത് മഹാരാജാവിനെ ഏത് തക്ഷകൻ വേണമെങ്കിലും എന്നെ കടിച്ചോട്ടെ, ഞാൻ മരിച്ചോട്ടെ എന്നുള്ള ആത്മവിശ്വാസത്തിലേക്ക് ഉയർത്തിയത് ആരാണ്? താനറ്റോളജിസ്റ്റാണ്. നമുക്കൊക്കെ എന്തൊരു ഭയമാണ് മരണം, അല്ലേ? ആലോചിച്ച് നോക്കൂ. ആ മരണത്തെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാൻ പര്യാപ്തമാകുന്ന, ഏവർക്കും ആശ്വാസമേകുന്ന, എങ്ങനെ മരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. എത്രമാത്രം കാലിക പ്രാധാന്യമുള്ളതാണെന്ന് ആലോചിച്ച് നോക്കൂ. മരണം അനിവാര്യമാണ് എന്നും അതിനെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കേണ്ടതാണ് എന്നുമുള്ളതായ ഭാവത്തിലേക്ക് നമ്മെ ഉയർത്തുന്ന, വളർത്തുന്ന ഉത്തമ ഗ്രന്ഥം ശ്രീമദ് ഭാഗവതം. നോക്കൂ, ഇവിടെ വിതുരൻ ഭയമില്ലാതെ പോവുകയാണ്, ഒറ്റയ്ക്ക് പോവുകയാണ്. ഇനി എനിക്ക് ആരാ ഉള്ളത്? ഞാൻ മരിച്ചു പോവില്ല എന്നുള്ള ചിന്തയില്ല. സന്തോഷത്തോടു കൂടിയിട്ട് രാജ്യത്തെ ഉപേക്ഷിച്ചു, തൻ്റെ സമ്പൽ സമൃദ്ധിയെ ഉപേക്ഷിച്ച് വിതുരൻ അങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മുകുന്ദ തീർത്ഥങ്ങളെ കണ്ട് അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. തീർത്ഥങ്ങളെ കണ്ടുകൊണ്ട് ഭഗവാന്മാരെ നമസ്കരിച്ചുകൊണ്ട് ചചാര തീർത്ഥായതനേഷ്വനന്യഹ എന്ന് പറയണം. തീർത്ഥം എന്നുള്ളതായ പദത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമുക്ക് തീർത്ഥം സേവിച്ചിട്ടുണ്ട്. വടക്കൻ ദിക്കിലേക്ക് തീർത്ഥാടനത്തിന് പോയാൽ കുപ്പിയിലാക്കി കൊണ്ടുവരും നമ്മളൊക്കെ. എന്താണ്? തീർത്ഥം കൊണ്ടുവരും. പക്ഷേ മനസ്സിൽ തീർത്ഥമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തീർത്ഥം എന്നുള്ളതായ പദത്തിൻ്റെ അർത്ഥം തന്നെ മനുഷ്യൻ ദുഃഖത്തിന് വേണ്ടി ദുഃഖനിവൃത്തിക്ക് വേണ്ടി ഏതിനെ ആശ്രയിക്കുന്നുവോ അതിനെയാണ് തീർത്ഥം എന്ന് പറയുന്നത്. നന്നായിട്ട് മനസ്സിലാക്കൂ. തീർത്ഥം എന്നുള്ളതായ പദത്തിൻ്റെ അർത്ഥം ദുഃഖനിവൃത്തിക്ക് വേണ്ടി യാതൊന്നിനെ മനുഷ്യൻ ആശ്രയിക്കുന്നുവോ അതാണ് തീർത്ഥമെന്ന് പറയുന്നത്. ദുഃഖിക്കുന്ന ഒരുവൻ്റെ അടുത്ത് പോയിട്ട് നീ സങ്കടപ്പെടേണ്ട, നിൻ്റെ ദുഃഖത്തിൽ ഞാൻ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കുകൾ എന്താണ്? തീർത്ഥമാണ്, അല്ലേ? ഒരുവൻ്റെ പുറത്ത് തലോടിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ആ സ്പർശം തീർത്ഥമാണ്. നമ്മുടെ വാക്കിനെ, നമ്മുടെ കർമ്മത്തെയൊക്കെ തീർത്ഥമാക്കി മാറ്റണം. കുപ്പിയിൽ കൊണ്ടുവരേണ്ടതോ ആർക്കെങ്കിലും ഇറ്റിറ്റായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതോ അല്ല തീർത്ഥമെന്നും, മറിച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ തീർത്ഥസമാനമാക്കുമ്പോഴാണ് നമ്മൾ പുണ്യവാന്മാരായി മാറുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. വചനങ്ങൾ തീർത്ഥങ്ങളായി മാറണം, കർമ്മങ്ങൾ തീർത്ഥങ്ങളായി മാറണം, ദൃഷ്ടി
ഒരാളെ കാരുണ്യത്തോടു കൂടി നോക്കുമ്പോൾ ആ ദൃഷ്ടി തീർത്ഥമാണ്. ഒരാളുടെ ദുഃഖം നാം നല്ല മനസ്സോടു കൂടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രവണം തീർത്ഥമാണ്. നോക്കൂ, എത്ര മനോഹരമായ ഒരു അർത്ഥമാണ് നമ്മൾ സങ്കുചിതമായിട്ട് ഗ്രഹിച്ചു വച്ചിരിക്കണതെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തീർത്ഥങ്ങളിലൂടെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ പോയാൽ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നുവോ അവിടെയൊക്കെ ഈ വിതുരൻ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. പുരങ്ങൾ, പുണ്യവനങ്ങൾ ഒക്കെ സഞ്ചരിച്ച് അങ്ങനെ ഏകാഗിയായിട്ട് ചുറ്റി നടന്നു എന്ന് പറയുന്നു. അങ്ങനെ നടന്നുകൊണ്ട് പ്രഭാസ തീർത്ഥക്കരയിലേക്ക് എത്തി. പ്രഭാസ തീർത്ഥക്കരയിലേക്കെത്തി. ഗാംപര്യടൻ എന്നാണ് പറയണത്. ഭൂമിയിലൂടെ സഞ്ചരിച്ചു. അലക്ഷിത സ്വൈരവധൂതവേഷോ വ്രതാനി ചേരേ ഹരിതോഷണാനി. എവിടെ ചെന്നാൽ ആനന്ദം കിട്ടുന്നുവോ അവിടെയൊക്കെ ചെന്ന് കുളിച്ച് വെറും നിലത്ത് വീണുറങ്ങി വൃക്ഷത്തൊലിയാൽ മരവുരിയൊക്കെ ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് സഞ്ചരിക്കുന്നത്. മൗനിയായിട്ട് അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കും, ഏകാഗിയായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ സഞ്ചരിച്ചിട്ടാണ് പ്രഭാസ തീർത്ഥക്കരയിലേക്ക് എത്തിയത്. അവിടെ 11ഓളം തീർത്ഥസ്നാനങ്ങളുണ്ട്. അവിടെയൊക്കെ വേണ്ടതുപോലെ സ്നാനമൊക്കെ ചെയ്ത് ഇരിക്കുന്നതായ സന്ദർഭത്തിൽ അങ്ങനെ സരസ്വതി നദിക്കരയിലേക്ക് എത്തിച്ചേരുന്നതായ രംഗം. ആ സരസ്വതി നദിക്കരയിലെത്തി 11 തീർത്ഥസ്നാനത്തിൽ ആറാടി അവിടുന്ന് യമുനാ തീരത്തേക്കാണ് വന്നത്. പ്രഭാസ തീർത്ഥത്തിലേക്ക് എത്തിയപ്പോഴാണ് കാര്യമൊക്കെ മനസ്സിലായത്. ഇനി സുഖമായിട്ട് നാട്ടിലേക്ക് പോകാം. ആരില്ല അവിടെ, കൗരവന്മാരൊന്നും ഇല്ല. യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. യുദ്ധമൊക്കെ കഴിഞ്ഞ് അധർമ്മത്തിന് ഒക്കെ പതനം സംഭവിച്ചു. ധർമ്മപുത്രാദികൾ രാജ്യഭാരം ഏറ്റിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായി. ഇനി ഇങ്ങോട്ട് വരാമെന്ന് വിചാരിക്കുന്നതായ സന്ദർഭത്തിലാണ് അവിടെ ആ യമുനാ തീരത്തായിട്ട് സാക്ഷാത് ഉദ്ധവനെ കാണുന്നതായ രംഗം. അവിടെയാണ് നമ്മുടെ വിഷയം വരുന്നത്. സവാസുദേവാനുചരം പ്രശാന്തം ബൃഹസ്പതേ പ്രാപ്തനയം പ്രതീതം ആലിംഗ്യഗാഠം പ്രണയേന ഭദ്രം സ്വാനാമപൃച്ഛൽ ഭഗവൽ പ്രജാനാം. ഉദ്ധവനെ കണ്ടുമുട്ടുന്നതായ രംഗം എവിടെയാണ് കണ്ടതെന്നറിയോ? യമുനാ തടത്തിലായിട്ട്. യമുനാമുപേത്യ തത്രോദ്ധവം ഭാഗവതം ദദർശ. ഭാഗവതം ഉദ്ധവം ദദർശ. ഭാഗവതമായ ഉദ്ധവനെ കണ്ടു എന്നാ. ഇപ്പോൾ നമ്മൾ ധരിച്ച ഭാഗവതം അല്ലല്ലോ ഇത്. ആണോ? ഭാഗവതമായ ഉദ്ധവനെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്താ ഭാഗവതം എന്ന് പറഞ്ഞ അർത്ഥം? ശ്രീമദ് ഭാഗവതസ്യാഥ ശ്രീമദ് ഭഗവതസ്തഥാ സ്വരൂപമേകമേ വാസ്തി സച്ചിദാനന്ദലക്ഷണം. എന്താ ഭാഗവതം, ഭഗവാൻ, ഭക്തൻ, ഇവരുടെ ലക്ഷണം എന്താ? ഭാഗവതത്തിനാണോ പ്രാധാന്യം, ഭക്തനെയാണോ പ്രാധാന്യം, അല്ല ഭഗവാനാണോ പ്രാധാന്യം? അറിവുള്ളവർ പറയും ഭാഗവതവും ഭഗവാനും ഭക്തനും ഒക്കെ സ്വരൂപം ഏകമേവാസ്തി സച്ചിദാനന്ദലക്ഷണം. ഒക്കെ ആനന്ദസ്വരൂപ. ഭാഗവതവും ഭഗവാനും ഭക്തനും ഒന്ന് തന്നെയാണ്. അതാണ് ഭാഗവതത്തിലൂടെ ആവർത്തിച്ച് പറയുന്നത്. 18,000 ഗ്രന്ഥങ്ങളുള്ള കേവലം ഒരു പുസ്തകമല്ല ഭാഗവതം എന്നും, അതൊരു സംസ്കാരമാണ് എന്നും, അതൊരു ആനന്ദമാണ് എന്നും, അത് ഹൃദയാനന്ദമാണ് എന്നും, അത് സച്ചിദാനന്ദമാണ് എന്നും, ഇതാണ് ഹന്തഭാഗ്യം ജനാനാം എന്നുമൊക്കെ ആചാര്യന്മാർ പറയാൻ ഭാഗവതമാണ് ഉദ്ധവൻ എന്ന് പറഞ്ഞാൽ, ഉദ്ധവനാണ് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭക്തനാണ് ഭാഗവതം. ഭക്തനും ഭഗവാനും ഒന്നാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ കാണുമ്പോഴുള്ളതായ സന്തോഷം ഭാഗവതന്മാരെ കാണുമ്പോഴും ഭാഗവതം കേൾക്കുമ്പോഴുമൊക്കെ നമുക്ക് ഉണ്ടാകാൻ കാരണം. ഇതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ഒന്നു തന്നെയാണ്. ഈ ഉദ്ധവൻ്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടല്ലേ ഭഗവാൻ ഭാഗവതത്തിലേക്ക് തൻ്റെ ചൈതന്യത്തെ ലയിപ്പിച്ചത്. ഭാഗവത മാഹാത്മ്യത്തിൽ കേട്ടിട്ടില്ലേ നമ്മൾ? ഭഗവാനെ ഈ കലികാലത്ത് ജീവിക്കുന്നതായ നമുക്കൊന്നും തന്നെ അങ്ങയുടെ ഈ നിഷ്കളങ്കമായ സ്വരൂപത്തെ അറിയാൻ സാധിക്കില്ലല്ലോ, അങ്ങനെ ഭജിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങയെ ഈ കലികാലത്തുള്ളവർക്ക് ഭജിക്കുവാൻ എന്താണ് മാർഗമെന്ന് ഉദ്ധവൻ ചോദിച്ചപ്പോഴാണ് ഭഗവാൻ ഈ സാഗരത്തിലേക്ക്, ഭാഗവത സാഗരത്തിലേക്ക് തൻ്റെ ചൈതന്യത്തെ ലയിപ്പിച്ചത് എന്ന് ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ യമുനാമുപേത്യ തത്രോദ്ധവം ഭാഗവതം ദദർശ. യമുനാ പുളിനത്തിൽ വെച്ചിട്ട് ഉദ്ധവനെ കാണുന്നതായ രംഗം. നല്ല സ്ഥലത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ കാണുന്നത്, ഇല്ലേ? ആലോചിച്ച് നോക്കൂ. യമുനാ തടം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ
കേളീ വിലാസങ്ങൾ ഉണ്ടായ രംഗമാണ്. ഭഗവാന്റെ പിഞ്ചു പാദങ്ങൾ പണിഞ്ഞതായ രംഗമാണ് യമുനാ പുളിനം എന്ന് പറയുന്നത്. യമുനയുടെ ഓരോ മണൽത്തരിക്കും ഒരു കഥ പറയാനുണ്ടാകും. യമുനയുടെ ഓരോ കൊച്ചോളങ്ങൾക്കും ഒരു കഥ പറയാനുണ്ടാകും. ഒരു മണൽത്തരി പറയും, ഞാൻ ഭഗവാനും ഗോപികയും നടക്കണ കണ്ടു. മറ്റൊരു മണൽത്തരി പറയും, ആ ഭഗവാന്റെ പാദം എൻ്റെ ശരീരത്തിലാണ് പതിഞ്ഞത്. മറ്റൊരു ഗോപിക പറയും, അക്രൂരം വന്നിട്ട് നമസ്കരിച്ചത് എൻ്റെ ശരീരത്തിലാണെന്ന് മറ്റൊരു മണൽത്തരി പറയും. ഇല്ലേ, ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ എവിടെയും ഭഗവത് മഹത്വം വീണ് മയങ്ങിക്കിടക്കുന്നതായ പുളിനമാണ് യമുനാ പുളിനം. ഭക്തി പ്രഹർഷം പൂത്തുലയുന്നതായ സ്ഥലമാണ് യമുനാ പുളിനം. ഈ യമുനാ പുളിനത്തിൽ വെച്ചിട്ടാണ്, ഭക്തിയുടെ മടിൽത്തട്ട് വെച്ചിട്ടാണ് ഭക്തോത്തമനായ ഉദ്ധവനെ ഭക്തനായ വിതുരൻ കാണുന്നത്. ത്രിവേണി സംഗമെന്ന് കേട്ടിട്ടില്ലേ? ഭാഗവതത്തിലെ ത്രിവേണി സംഗമാണിത്. ഒരു ഭാഗത്ത് യമുനാ നദി, മറ്റൊരു ഭാഗത്ത് 2 പുണ്യ നദികൾ കൂടിയുണ്ട്. അതിലൊന്ന് ഉദ്ധവനാണ്, മറ്റൊന്ന് വിതുരനാണ്. ഇപ്പോൾ 3 നദികളുടെ സമ്മേളനമാണ് അവിടെ നടക്കുന്നത്. മഹാത്മാക്കൾ തമ്മിൽ കണ്ടാൽ അവർ മഹത്തായ കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. നമ്മളൊക്കെ കണ്ടാൽ മഹത്തായ കാര്യമാണോ പറയുക? പ്രഭാഷണം കഴിയാൻ കാത്തു നിൽക്കുകയാണ്. ഇഷ്ടമുള്ള ഒരാളെ കണ്ടിട്ടുണ്ടേ കൊച്ചവർത്താനം പറയാൻ വേണ്ടിയിട്ട്. നാരായണ ഗുരുദേവൻ ഗാന്ധിജിയെ കണ്ടത് ചരിത്രമാണ്. കാരണം അവർ സംഭാഷണം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അപ്പോൾ ഭക്തോത്തമനായ ഉദ്ധവനും എല്ലാം അറിയുന്നവനായ വിതുരനും കണ്ടുമുട്ടിയാൽ അവർ പറയുന്നതും എന്തായിരിക്കും? ശ്രേഷ്ഠമായ കാര്യം തന്നെയായിരിക്കും. അങ്ങനെയാണ് വിതുരനും ഉദ്ധവനും തമ്മിൽ സംഭാഷണമുണ്ടായത്. ഉദ്ധവൻ എന്ന് പറയുന്നത് ബുദ്ധിസത്തമനാണ്. ബുദ്ധിയിൽ ഏറ്റവും ഉയർന്നവനാണ് ഉദ്ധവൻ എന്ന് പറയുന്നത്. ഉദ്ധവൻ കംസൻ്റെ കൂടെയായിരുന്നു, അതറിയാലോ നമുക്കില്ലേ? കംസൻ്റെ കൂടെയായിരുന്നു ഉദ്ധവൻ. ഭഗവാൻ കംസനെയൊക്കെ പരാജയപ്പെടുത്തിയതിന് ശേഷമാണ് ഉദ്ധവനെ ഭഗവാന്റെ ഭാഗത്തേക്ക് വന്നത്. മുമ്പേ ഭഗവത് പക്ഷപാതിയാണ്, അല്ല എന്നല്ല, പക്ഷേ ജീവിതത്തിൽ കംസൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി സാധിച്ചു. അതുകൊണ്ട് തന്നെ ഉദ്ധവന് വളരെയധികം ഭക്തി കൂടിയുണ്ടായി. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഒന്നിലേക്ക് പോകാൻ തടസ്സമുണ്ടാകുമ്പോൾ അതിനോട് ഇഷ്ടം കൂടി വരും, ഇല്ലേ? പോകാൻ നിവൃത്തിയില്ല. അങ്ങനെ ജീവിച്ച ആളാണ് ഉദ്ധവൻ. കംസനെ വധിച്ചതിന് ശേഷമാണ് ഉദ്ധവൻ ഭഗവാന്റെ ഭാഗമാകണത്. എന്നാലും ഭക്തി വേണ്ട പോലെ വന്നിട്ടൊന്നുമില്ല ആ സമയത്തും. അതുകൊണ്ട് തന്നെ ഉദ്ധവനെയാണ് ഭഗവാൻ ഗോപികമാരെ കാണാൻ പറഞ്ഞേക്കണത്. ശരിയല്ലേ? എന്തിനാ പറഞ്ഞേക്കണത്? ഭക്തിക്ക് മറ്റൊരു തലയുണ്ട്, അത് പഠിക്കണം ഉദ്ധവൻ. ഇത്രയും കാലം ആരുടെ കൂടെ മാത്രമേ നിന്ന് എക്സ്പീരിയൻസ് കുറവാ. കംസൻ്റെ കൂടെ നിന്നാൽ അനുഭവം കുറവാ. അതുകൊണ്ട് എന്താണ് ശരിയായ ഭക്തി എന്ന് ഈ ഉദ്ധവനെ അറിഞ്ഞാൽ മാത്രമേ ഉദ്ധവൻ എന്നെ പിരിയാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഉദ്ധവനെ ഭഗവാന്റെ കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ ആരെയാ പറഞ്ഞയച്ചത്? ഉദ്ധവനെ പറഞ്ഞയച്ചില്ലേ? അവിടെ പറഞ്ഞയച്ചു. ഉദ്ധവൻ എന്ന് പറയുന്നത് ഭഗവാന്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മകനാണ്, കസിനാണ് അല്ലേ? സത്യത്തിൽ നിറത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഭഗവാൻ ഇത്തിരി കറുത്തു പോയി, ഇദ്ദേഹം ഇത്തിരി വെളുത്തു പോയി, പക്ഷെ മുഖം രണ്ടും ഒരുപോലെയാണെന്നാ പറയുക. അതുകൊണ്ടാണ് ഗോപികമാരെ ഒരു ചിന്തയുണ്ടായത്. ഉദ്ധവനെ കണ്ടപ്പോൾ ഭഗവാനാണോ എന്ന് തോന്നിപ്പോയത്രേ. അവിടെ പോയി വേഗത്തിൽ പോയി ഭഗവാന്റെ സന്ദേശം, ഒരു മെസ്സഞ്ചറായിട്ട് പോയതാണ്. പോയിട്ട് വേഗം വരാമെന്ന് വിചാരിച്ചു പോയ ഈ ഉദ്ധവൻ അവിടെ 5 മാസമാണ് നിന്നത്. എന്താ നിൽക്കാൻ കാരണം? ഭക്തി കണ്ടിട്ട. യഥാവ്രജ ഗോപികാനാം, നാരദൻ പറഞ്ഞില്ലേ ഭക്തിക്ക് ഉദാഹരണം ആരാ? ഗോപികമാര് എന്ന് നാരദൻ പറഞ്ഞത് അന്വർത്ഥമാകണ രീതിയിൽ ഈ ഗോപികമാരുടെ ഭക്തി കണ്ട് അവിടുന്ന് വരാൻ പോലും സാധിക്കാതെ വന്നിരിക്കണു. പിന്നെ ഉദ്ധവന് ഭഗവാനെ പിരിയാൻ സാധിക്കുമോ? ഭഗവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ ഭഗവത് ഭക്തിയിൽ അങ്ങനെ മുഴുകി 5 മാസം ജീവിച്ചതായ ഉദ്ധവന് പിന്നീട് ഭഗവാനെ പിരിയാൻ സാധിക്കാത്തതായ രീതിയിലേക്ക് മാറിയില്ലേ? ആ മാറാൻ കാരണം ഈ 5 മാസം കൊടുത്തിട്ടുള്ള പരിശീലന. ഭഗവാൻ പോയി കണ്ടു വന്നപ്പോഴാണ് മനസ്സിലായത് കേട്ടോ, ഈ ഭക്തി എന്ന് പറയുന്നത് ഒരു ചെറിയ സാധനമല്ലാന്ന് ഉദ്ധവന് മനസ്സിലായി. അങ്ങനെ ഈ ഉദ്ധവനെ ഭക്തന്മാരെ പടിപടിയായി ഉയർത്തുന്ന ഈശ്വരൻ്റെ കാരുണ്യമാണ് ഭാഗവതം. എവിടെ നോക്കിക്കോളൂ ഭക്തന്മാരെ തന്നിലേക്ക് ചേർക്കും കാരുണ്യവാനായിട്ടുള്ള ഭഗവാൻ. അത് പൂതനയാകട്ടെ, ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഉദ്ധവ സംവാദത്തിൽ. നോക്കൂ, ഉദ്ധവൻ തന്നെ നോക്കൂ, ഭഗവാൻ എന്നുള്ളതായ പദത്തിന് അർത്ഥം ഭഗങ്ങളുള്ളവെന്നാണ് അല്ലേ? ഭഗം എന്നുള്ളതായ പദത്തിന് 6 ഗുണമുള്ളവൻ, പ്രധാന ഗുണങ്ങൾ. അതിൽ ജ്ഞാനമുണ്ട്, വീര്യം, യശസ്, ശ്രീ, വൈരാഗ്യം, ഐശ്വര്യം, ഇങ്ങനെയാണ് 6 ഗുണങ്ങൾ.
ഈ 6 ഗുണങ്ങളുള്ളവനെ ഭഗങ്ങളുള്ളവൻ ഭഗവാൻ എന്ന് വിശേഷിപ്പിക്കുക. തന്നെ പോലെയുള്ളവനാക്കി മാറ്റണം. ഇതാണ് ഭഗവാന്റെ നിശ്ചയം. എന്തിനാ ഭാഗവത സത്സംഗം ചെയ്യണത്? ഉള്ളിലുള്ളതായ ഭഗങ്ങളെ ഉയർത്തുക, വളർത്തുക, ഇതാണ് ലക്ഷ്യം. അപ്പോൾ ഈ ഉദ്ധവന് എന്തുണ്ടാകണം? ഉദ്ധവനെ ഈശ്വരത്വത്തിലേക്ക് ഉയർത്തണം. അതിന് വേണ്ടിയിട്ട് ജ്ഞാനമുണ്ട്, നല്ല വീര്യമുണ്ട്, നല്ല യോദ്ധാവാണ് കേട്ടോ. സാലിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ ഭഗവാന്റെ മന്ത്രി മാത്രവുമല്ല, യുദ്ധ വീരൻ കൂടിയാണ്, യുദ്ധ നായകൻ കൂടിയാണ് ഈ ഉദ്ധവൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ കേവലം ഒരു ഭക്തി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ കേട്ടോ. ഇദ്ദേഹം യുദ്ധവീര്യമുള്ള ആളാണ്. അപ്പോൾ നല്ല വീര്യമുണ്ട്, യശസ്സുണ്ട്, ശ്രീയുണ്ട്, പക്ഷേ വൈരാഗ്യം വേണ്ടതുപോലെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ ഉദ്ധവൻ ചോദിച്ചതായ സന്ദർഭത്തിൽ ഓരോരോ ഉത്തരമായിട്ട് പറഞ്ഞു കൊടുക്കണില്ലേ? വിതുര ഉദ്ധവഗീത 21 ചോദ്യ. ആ 21 ചോദ്യത്തിൽ വേറെ ആരുമില്ല ഉണ്ടാ, 2 പേര് ചേർന്നിട്ട് എന്തിനാ ഈ ഉദ്ധവനിൽ ജീവിത വൈരാഗ്യമുണ്ടാക്കണം, ജ്ഞാനത്തിൻ്റെ ഉയർന്ന തലത്തിലേക്ക് എൻ്റെ ഭക്തനെ ഉയർത്തണം ഭഗവാൻ തീരുമാനിക്കുക. അങ്ങനെ ഭഗവാനോട് സമീപിച്ചവരെ എല്ലാവരെയും ഉയർത്തിയിട്ട് തന്നോളമാക്കി മാറ്റുന്നതായ ഒരു അഭ്യാസം ഭഗവാൻ ചെയ്യണു. ഭഗവാൻ അങ്ങനെ തന്നോളൊപ്പം ഉയർത്തുകയാണ്. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ത്വം ഹിന പരമം ചക്ഷുഹു, നീ എൻ്റെ കണ്ണാണ്, ഞങ്ങളുടെ കണ്ണാണ് എന്ന് ഭഗവാൻ ഉദ്ധവനോട് പറയണു. നീ എൻ്റെ കണ്ണാണ്. ഏറ്റവും പ്രിയപ്പെട്ടവനോട് പറയാം നീ എൻ്റെ കണ്ണാണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയാം നീ എൻ്റെ ചങ്കാണ് എന്നാണ്. സത്യത്തിൽ ഇതാണ് പറയുന്നത്, നീ എൻ്റെ കണ്ണാണ്, നിന്നിലൂടെയാണ് ഞാൻ കാണുന്നത്. ഭഗവാൻ പറയുന്നു. ഭഗവാന് കണ്ണില്ലേ? സഹസ്ര ശീരുഷ പുരുഷ സഹസ്രാക്ഷ, 1000 കണ്ണുള്ളവൻ എന്ന് പറയുന്ന ഭഗവാൻ ഉദ്ധവനോട് പറയുന്നത് നീയാണ് ഞങ്ങളുടെ കണ്ണ്. കാരണം എന്താ? നീ കാണേണ്ടത് മാത്രമേ കാണൂ. ഇവിടെയുള്ള ആരോടെങ്കിലാണോ നിങ്ങളാണ് എൻ്റെ കണ്ണെന്ന് പറഞ്ഞില്ല. കാണേണ്ടത് മാത്രം കാണുന്നവനായ സുഹൃത്ത്, മന്ത്രാർത്ഥ തത്വവിത് ഭഗവാൻ ഉദ്ധവന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ്. ഇന്നും ബദ്രിയിൽ പോയാൽ ഈ സർട്ടിഫിക്കറ്റ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഉദ്ധവൻ. കാരണം ഭഗവാൻ ഇങ്ങനെ ഒരാൾക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. നീ എൻ്റെ കണ്ണാണ്, നീ എൻ്റെ സുഹൃത്താണ്, മന്ത്ര അർത്ഥ തത്വവിത്താണ്. മന്ത്രവും അതിൻ്റെ അർത്ഥവും അതിൻ്റെ തത്വവും അറിയുന്ന ആളാണ്. എന്നോടൊന്നും ഭഗവാൻ പറയില്ല, കാരണം കുറച്ച് മന്ത്രം എനിക്കറിയാം, പക്ഷെ അതിൻ്റെ അർത്ഥം അറിയില്ല, അതിൻ്റെ തത്വം എനിക്കറിയില്ല. പക്ഷെ ഉദ്ധവന് അതല്ല കേട്ടോ, മന്ത്രാർത്ഥ തത്വം. കാണേണ്ടത് കാണുകയും കേൾക്കേണ്ടത് കേൾക്കുകയും. ഇവിടെ ഇപ്പോൾ 1.25 മണിക്കൂർ ഞാൻ പ്രഭാഷണം ചെയ്യുന്നുണ്ട്. ഇതിൽ കേൾക്കേണ്ടത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. കാര്യം മനസ്സിലായോ? കേൾക്കേണ്ടത് മാത്രമേ, അവനവന് വേണ്ടത്, സമൂഹത്തിന് വേണ്ടത്, അവനവൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടത് മാത്രമേ ഉള്ളിൽ സ്വീകരിക്കാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ തള്ളിക്കളയണം. ഉദ്ധവന് അങ്ങനെയുള്ളതായ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനെ സുഹൃത്താണ്, മന്ത്രാർത്ഥ തത്വവിത്തൊക്കെയാണ് എന്ന് ഉദ്ധവന് ഭഗവാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒടുവിലായിട്ട്, ഈ ഉദ്ധവ സംവാദത്തിനൊടുവിലായിട്ട് ഭഗവാൻ ഉദ്ധവനോട് പറയണത് എന്താണെന്നറിയോ? ഈ ഉദ്ധവൻ മാത്രമാണ് എൻ്റെ ഉപദേശത്തെ ലോകത്തിന് കൊടുക്കുവാൻ പര്യാപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് ഉദ്ധവൻ ഈ ലോകത്തിൽ ഉണ്ടാകണം എന്നാണ് പറഞ്ഞു കൊടുത്തത്. അസ്മാ ലോകാതു ഭരതേ മയി ജ്ഞാനം മദാശ്രയം അർഹത്യുദ്ധവയേവാദ്ധ സംപ്രത്യാത്മവതാംബരഃ. ഞാൻ വിട്ടുപോയാലെൻ ജ്ഞാനം പ്രചരിപ്പതിനൊരാള് മറ്റെല്ലാ വിഘ്നവരനായുള്ളൊരു ഉദ്ധവനെന്നിയേ. ഞാൻ ഈ ലോകം ഉപേക്ഷിച്ചു പോകും, പക്ഷെ ഞാൻ ഈ ലോകം ഉപേക്ഷിച്ച് പോയാലും ഞാൻ പറഞ്ഞിട്ടുള്ളതായി തത്വത്തെ ലോകത്തിന് ഉപദേശിച്ചു കൊടുക്കുവാൻ മറ്റൊരാളില്ല. ഭഗവാൻ പറയാം, മറ്റൊരാളില്ല എന്ന് പറയുന്നത് ആർക്കുള്ള അംഗീകാരമാണ്? തൻ്റെ കൂടെ നടന്നവനെ ഉള്ള അംഗീകാരമാണ്. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എനിക്കറിയാവുന്ന വളരെ പ്രശസ്തനായ കാസർഗോഡ് ജില്ലയിലെ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ 6 കൊല്ലം നടന്ന ഒരാളാണ് ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തത്. ഞാൻ ആ വോയിസൊക്കെ കേട്ടു. ഫോൺ വിളിച്ചിട്ട് ഇദ്ദേഹത്തെ ഇന്ന സമയത്ത് കൊല്ലണം എന്നൊക്കെ പറയുന്നത് പോലീസ് റെക്കോർഡ് ചെയ്തൊക്കെ ഞാൻ കേട്ടു. 6 കൊല്ലം കൂടെ നടന്ന ആളാണ്. ഇവിടെ ഭഗവാൻ ഉദ്ധവനുള്ള വിശ്വാസം നോക്കൂ. ആ വിശ്വാസം എന്തുകൊണ്ടാണ് ഉണ്ടാവണത്? ശ്രദ്ധിക്കുക.
അപ്പോൾ വിശ്വാസമാണ് ജീവിതത്തിൽ വളരെ പ്രധാനം. ഉദ്ധവൻ്റെ ജീവിതചര്യയിലൂടെ, ഉദ്ധവൻ്റെ ആത്മസമർപ്പണത്തിലൂടെ ഭഗവാൻ മനസ്സിലാക്കി, ഇവനൊഴികെ മറ്റൊരാൾ എൻ്റെ ജ്ഞാനത്തെ ലോകത്തിന് പകർന്നു കൊടുക്കാനില്ല, മറ്റില്ല, വിഘ്നവരനായുള്ളവൻ ഉദ്ധവൻ എന്നീയേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭഗവാൻ ഈ ലോകത്തിലുള്ള എല്ലാവരോടും പറയുന്നു, നോദ്ധവോണ്ണഭിമന്യൂനോ യദ്ഗുണൈർനാർദിത പ്രഭു അതോ മദ്വൈനം ലോകം ഗ്രാഹയന്നിവ തിഷ്ഠതു ഉദ്ധവ അണു അപി മന്യുന ന എന്നാണ് പറഞ്ഞത്. നോദ്ധവേണ്ണഭിമന്യൂനോ, ഉദ്ധവൻ എന്നേക്കാളും ഒരു അണു പോലും താഴ്ന്നവനല്ല. ഉദ്ധവൻ എന്നേക്കാളും ഒരു അണു പോലും താഴ്ന്നവനല്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഭഗവാൻ ഒരു സംശയം, ഒരണുവെങ്കിലും ഉയർന്നോ എന്നൊരു സംശയം. അത് പറയാൻ മടിച്ചിട്ടാണോ എന്നറിയില്ല. എന്താ പറഞ്ഞത്? എന്നേക്കാളും ഒരു അണു പോലും താഴ്ന്നവൻ അല്ല ഉദ്ധവൻ എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ ഉദ്ധവൻ ഗ്രാഹയന്നിവ തിഷ്ഠതു, ഈ ലോകത്തിൽ ഇവൻ ഇരിക്കണം. എന്താ കാരണം എന്നറിയോ? ഗുണൈഹി, ഗുണങ്ങൾ ഇവനെ കീഴടക്കുന്നില്ല. ഭഗവാനേക്കാളും താണവരായിരിക്കാൻ, ഭഗവാനേക്കാളും ഒത്തും താണവനല്ല ഉദ്ധവൻ എന്ന് പറയാൻ എന്തുകൊണ്ടാണ് സാധിച്ചതെന്നറിയോ? ഗുണങ്ങൾ ഉദ്ധവൻ്റെ മനസ്സിനെ കീഴടക്കുന്നില്ല. നമ്മുടെയൊക്കെ മനസ്സിനെ ആരാ കീഴടക്കണത്? ഗുണങ്ങളാണ്. ഗുണങ്ങൾക്ക് പിറകെയാണ് മനസ്സ്, നമ്മുടെ പിറകെയല്ല മനസ്സ് വരണം. നമ്മൾ പോകുന്നത് മനസ്സിന് പിറകെയാണ്, നമുക്ക് പിറകെ ആര് വരണില്ല? മനസ്സ് വരണില്ല. ഇതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കഷ്ടത. അതുകൊണ്ട് ഉദ്ധവൻ അതല്ല. ഉദ്ധവൻ ഗുണങ്ങൾ കൊണ്ട് കീഴടക്കാൻ സാധിക്കാത്തവനാണ് ഉദ്ധവൻ, ഗുണാതീതനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജ്ഞാനം ലോകത്തിൽ പ്രചരിപ്പിക്കുവാൻ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് വിതുരൻ തന്നെയാണ് ഉദ്ധവൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നോക്കൂ, ഇങ്ങനെയാണ് ഉദ്ധവനെ ഭഗവാൻ വിശേഷിപ്പിക്കുന്നത്. ഇത്രയും ശ്രേഷ്ഠനായ ഉദ്ധവനാണ് ഇവിടെ വിതുരനെ കണ്ടുമുട്ടുന്നത്. വിതുരനാണ് ഉദ്ധവനെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ പുണ്യവും യമുനാ തടത്തിൽ വെച്ചിട്ട് സമ്മേളിച്ചതായ സന്ദർഭം. ആരാ ഉദ്ധവൻ? വാസുദേവാനുചരം പ്രശാന്തം ബൃഹസ്പതേ പ്രാപ്തനയം പ്രതീതം ആലിംഗ്യഗാഠം പ്രണയേന ഭദ്രം സ്വാനാമ പൃച്ഛൽ ഭഗവൽ പ്രജാനാം. വാസുദേവാനുചരം, ഭഗവാന്റെ അനുചരനാണ്, ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുന്ന ആളാണ്. അനുചരം എന്ന് പറഞ്ഞാൽ കൂടെ, സഹാ എന്നുള്ളതായ അർത്ഥം. ഭഗവാന്റെ കൂടെ നിഴല് പോലെ സഞ്ചരിക്കണവനാണ്. ഭഗവാന്റെ ഓരോ കർമ്മത്തിൻ്റെയും അർത്ഥമറിയണവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാൻ സ്ത്രീകളെയും കുട്ടികളെയും ശംഖോദ്വാരത്തിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ഭഗവാനെ അങ്ങ് ലോകം ഉപേക്ഷിക്കുവാനുള്ളതായ തയ്യാറെടുപ്പിലാണോ എന്ന് ഉദ്ധവൻ ചോദിക്കാൻ കാരണം എന്താ? നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം അറിയുന്നവനാണ് ഉദ്ധവൻ എന്ന് പറയരുത്. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, അങ്ങ് പറയുന്നത് പോലെ ചെയ്യാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാനിതാ ലോകം ഉപേക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ ലോകത്ത് കലികാലം ആഗതമാകും. ആ കലികാലത്തിൻ്റെ അധർമ്മത്തിൽ പെടാതിരിക്കാൻ, അധർമ്മത്തിൻ്റെ കൊടുങ്കാറ്റിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ധർമ്മത്തിൽ അടിയുറച്ച് വേരുള്ളവനായിട്ട് ത്വന്തു ധർമ്മം പരിത്യജ്യ, നീ എന്ത് ചെയ്യണം? എല്ലാം പരിത്യജിക്കൂ, ഉപേക്ഷിക്കൂ. എന്നിലേക്ക് മനസ്സ് ചേർത്ത്, നിൻ്റെ വാക്കുകൾ എന്നിലേക്ക് ചേർത്ത്, നിൻ്റെ കർമ്മങ്ങൾ എന്നിലേക്ക് ചേർത്ത് ജീവിക്കൂ എന്ന് പറയുകയുണ്ടായല്ലോ. അങ്ങനെയുള്ളതായ ആ ഉദ്ധവൻ വാസുദേവാനുചരം പ്രശാന്തം, ശാന്തഭാവമാണ് ഉദ്ധവന്. ആർക്കാണ് ശാന്തഭാവം വരിക? വാസുദേവൻ്റെ കൂടെ നടക്കണാക്ക. ആരാ വാസുദേവൻ? ഭഗവാൻ. ഭഗവാനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾ എപ്പോഴും എന്തായിരിക്കും? പ്രശാന്തം. നോക്കൂ, നമ്മളിവിടെ വളരെ ശാന്തരായിട്ടിരിക്കണു, സത്യമല്ലേ? എന്താ കാരണം? നമ്മളിപ്പോൾ ആരാണ്? വാസുദേവാനുചരം, ഭഗവാന്റെ കൂടെയാണ് സഞ്ചരിക്കുന്നത്. ഭഗവാനെ ഉള്ളിൽ വെച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവർ, ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുന്നവരൊക്കെ പ്രശാന്തം. ഇപ്പോൾ ശാന്തഭാവം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ മനസ്സിൽ കൊണ്ടു നടക്കൂ, അവർ ശാന്തരായിരിക്കും. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം. ഇത് ഇവിടെ ഇരിക്കുന്നതായ മഹാദേവനെ ചൊല്ലേണ്ട ശ്ലോകമല്ല. ഇങ്ങനെ ചൊല്ലാൻ പറ്റിയ ഗുണങ്ങൾ നമുക്കും ഉണ്ടാകണമെന്നാ. നമ്മൾ നോക്കിയിട്ടും ഒരു ശ്ലോകം എഴുതുമ്പോൾ അതിലെന്ത് വാക്കുണ്ടാകണം? ശാന്തം പത്മാസനസ്ഥം ശശിധരമകുടം
പല ധ്യാന ശ്ലോകത്തിലും ശാന്തം എന്നുള്ളതായ വാക്ക് കാണാം. ശാന്താകാരം ഭുജഗശയനം. ഇവിടെ ഇരിക്കുന്ന ആരെക്കുറിച്ചെങ്കിലും ഇങ്ങനൊരു ശ്ലോകം ഉണ്ടാക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ അവസ്ഥയിൽ? ശാന്താകാരം എന്നോ ശാന്തം എന്നൊക്കെ ചേർത്തിട്ട് പറ്റില്ല. കാരണം എന്താ? വാസുദേവാനുചരനല്ല എന്ന്. ഉള്ളിൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ നമ്മളും ആരായിട്ട് മാറും? ശാന്തനായിട്ട് മാറുന്നു. വാസുദേവാനുചരം പ്രശാന്തം ബൃഹസ്പതേ പ്രാപ്തനയം പ്രതീതം. ബൃഹസ്പതി ശിഷ്യൻ, ദേവഗുരു ബൃഹസ്പതി ഇല്ലേ? അങ്ങനെയുള്ളതായ ആ ഉദ്ധവൻ ഈ വിതുരനെ കണ്ടപ്പോൾ എന്താ ചെയ്തത്? ആലിംഗ്യഗാഠം പ്രണയേന ഭദ്രം സ്വാനാമപൃച്ഛൽ ഭഗവൽ പ്രജാനാം. വേഗം പരസ്പരം കെട്ടിപ്പിടിക്കുന്നതായ രംഗം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ആലിംഗ്യഗാഠം, ഗാഠം ഗാഠം പുണർന്നപ്പോൾ തിരുമിഴി നനഞ്ഞതും എന്തൊരത്ഭുതം എന്ന് കേട്ടിട്ടില്ലേ? കറുമ്പനാമെന്നെ ഗാഠം ഗാഠം പുണർന്നപ്പോൾ തിരുമിഴി നനഞ്ഞതും എന്തൊരത്ഭുതം. എന്താ ഈ ഗാഠം ഗാഠം എപ്പോഴാണ് പുണരുക? ഇലക്ഷൻ വന്നാൽ നേതാക്കന്മാർ വന്നിട്ട് നമ്മളെ കെട്ടിപ്പിടിക്കും. ഗാഠം ഗാഠാണോ? അല്ല, അതിൽ ആത്മാർത്ഥതയില്ല. പക്ഷേ ഗാഠം ഗാഠം പുണരുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? ഒരു ഭക്തിയുണ്ട്, ഒരു ആത്മാർത്ഥതയുണ്ട്, ഒരു സ്നേഹത്തിൻ്റെ വായ്പുണ്ട്. ആ ഭക്തനെ കണ്ടതായ സന്ദർഭത്തിൽ കെട്ടിപ്പിടിക്കുക. മരത്തെ വിയർപ്പു വെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യനെ ഇല്ലേ? കെട്ടിപ്പിടിച്ചിട്ട് ഗാഠം പുണർന്നു എന്നല്ലേ അവിടെയും പറയണത്. എന്താ ഈ ഗാഠം? അവിടെ നമ്മളൊരു കുട്ടിയെ, സ്വന്തം മകനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് ഇല്ലേ? കാരണം എന്താ? അവിടെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്നുള്ള ബോധ. ഈ ഒന്നാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണത്? ഗാഠമായിട്ട് കെട്ടിപ്പിടിക്കണത്. ഭക്തനും ഭഗവാനും ഇല്ല. കുചേലനെ ഭഗവാൻ കെട്ടിപ്പിടിച്ചപ്പോൾ ആരാണ് ഭക്തൻ, ആരാണ് ഭഗവാൻ എന്ന് മനസ്സിലാവണില്ല. ആലോചിച്ച് നോക്കൂ. ഈ ഒരു ഭാവമാണ് ആലിംഗ്യഗാഠം പ്രണയേന. എന്തുകൊണ്ടാണ് അങ്ങനെ കെട്ടിപ്പിടിച്ചത്? പ്രണയേന, പ്രണയം കൊണ്ട് പുണർന്നു ഗാഠം ഹരിഭക്തരാം തർബന്ധുക്കൾ തൻ വാർത്ത തിരക്കിനാനവൻ. അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്വാനാം അപൃച്ഛത്ത് ഭഗവൽ പ്രജാന, ബന്ധുക്കളായിട്ടുള്ളവരുടെ വാർത്തകളാണ് അന്വേഷിച്ചത്. ഒരാളെയും വിട്ടുകളയണില്ല. ആദ്യം തന്നെ വിതുരൻ ചോദിച്ചത് രാമകൃഷ്ണന്മാരൊക്കെ സുഖമായിട്ടിരിക്കണുണ്ടോ എന്നാണ് ചോദിച്ചത്. രാമകൃഷ്ണന്മാർ സുഖമായിട്ട്, ഇത് ചോദിക്കാൻ പറ്റിയ ആൾ ആരാ? ഇപ്പോഴത്തെ കുട്ടികളോടൊന്നും വിശേഷം ചോദിക്കാൻ പറ്റില്ല. ഒന്നോ രണ്ടോ കാര്യം എന്തെങ്കിലും ഇവിടുന്ന് പറഞ്ഞെങ്കിലായി. മുഴുവനൊന്നും പറയില്ല. പറയോ? പറയില്ല. പക്ഷെ ഉദ്ധവനോട് ചോദിച്ചാലോ അദ്ദേഹം എന്തേ പറയുള്ളൂ? ഭഗവാന്റെ കാര്യം മാത്രമേ പറയുള്ളൂ എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് പറയണോ രാമകൃഷ്ണന്മാർക്ക് സുഖന്നല്ലേ എന്ന് ചോദിച്ചു. വസുദേവന് സുഖം തന്നെയല്ലേ? രുക്മിണിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കിട്ടിയതായ സ്മരൻ, കാമദേവൻ്റെ അവതാരമായിട്ടുള്ളതായ പ്രദ്യുമ്നന് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഉഗ്രസേന ചക്രവർത്തിക്ക് സുഖമല്ലേ എന്ന് ചോദിക്കണു. പിന്നെയോ സാമ്പന് സുഖല്ലേ? സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ജന്മാണെന്നാണ് പറയുന്നത്. അസുതയം ജാമ്പവതി വ്രതാഢ്യ ദേവം ഗുഹം യോംബികയാ ധൃതോഗ്രേ. സാക്ഷാൽ സുബ്രഹ്മണ്യൻ്റെ അവതാരമായിട്ടുള്ളതായ ആ സാമ്പന് സുഖം തന്നെയല്ലേ? സത്യകിക്ക് സുഖമല്ലേ? അക്രൂരിന് സുഖമല്ലേ? അർജുനന് സുഖമല്ലേ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും കാര്യം എണ്ണി ചോദിക്കുകയാണ്. ധർമ്മ മര്യാദ തെറ്റാതെ കണ്ട് പാണ്ഡവന്മാരൊക്കെ അവിടെ ഭംഗിയായിട്ട് രാജ്യം പരിപാലിക്കണില്ലേ എന്നൊക്കെ ചോദിച്ചു. ധൃതരാഷ്ട്രയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് ഇവിടെയായിട്ട്. എല്ലാ രീതിയിലും വിദ്യ കൊണ്ടും ധനം കൊണ്ടും വംശം കൊണ്ടും അവരുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നതവനായിട്ടുള്ളതായ സാക്ഷാൽ ഭഗവാന് സുഖമാണോ എന്നൊക്കെ ചോദിച്ചതായ സന്ദർഭത്തിൽ ഉദ്ധവൻ ഓരോ ചോദ്യം കേൾക്കും തോറും ഈ ഹൃദയത്തിൽ ആണി അടിക്കണ പോലെയാണ്. എന്താ ഇപ്പം അദ്ദേഹത്തോട് പറയേണ്ടത്? നമ്മുടെ ഭഗവാൻ പോയി എന്നാണ് പറയേണ്ടത്. അപ്പോഴാ ചോദ്യേ ഭഗവാന് സുഖമല്ലേ? ദേവകിക്ക് സുഖമല്ലേ? ഇങ്ങനെ വരണ ഒരാളോട് നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തായിരിക്കും? ഒരു സങ്കട വാർത്ത പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരാളുടെ വീട്ടിൽ പോയിട്ട് നിൽക്കുന്ന സമയത്ത് ചോദിക്കുക, മോന് സുഖമാണോ? അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ സങ്കടം കൂടുമോ കുറയോ? നോക്കൂ, വിതുരൻ ഇതൊക്കെ ഇങ്ങനെ കേട്ട് ഇത് ഭാഗവത പൃഷ്ട
ക്ഷത്രാവാർത്താം പ്രിയാശ്രയം പ്രതിവക്തും ന ചോത്സേഹ ഔത്കണ്ഠ്യാത് സ്മാരിതേശ്വര. ഔത്കണ്ഠ്യാത് സ്മാരിതേശ്വര. ഒരു അശക്ത ഭാവത്തിൽ, തളർന്നതായ ഭാവത്തിൽ ഉദ്ധവൻ അവിടെ ഇരുന്നു എന്നാണ് പറയുന്നത്. തളർന്നു പോയി. എന്താ തളരാൻ കാരണം? ഒന്ന്, ഭഗവാനെ വീണ്ടും വീണ്ടും സ്മരിച്ചു. ഔത്കണ്ഠ്യാത്, കണ്ണങ്ങണ്ട് നിറഞ്ഞു. കുറേ കണ്ണീര് തൊണ്ടയിൽ പോയി കുടുങ്ങി. ഒരു വാക്ക് പുറത്തേക്ക് വരണില്ല. ആ ഉത്കണ്ഠ നിമിത്തം, വിരഹ ദുഃഖം നിമിത്തം ഭഗവാനെ ഓർമ്മിച്ച് ഉദ്ധവൻ അല്പസമയം ഒന്നും പറയുവാൻ സാധിക്കാതെ കണ്ട് അവിടെ ഇരിക്കുക. വാർത്താം പ്രിയാശ്രയാം, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വിരഹദുഃഖം പറയാൻ സാധിക്കാതെ കണ്ട് ഉദ്ധവൻ അല്പനേരം അവിടെ കണ്ണീരണിഞ്ഞുകൊണ്ടിരുന്നു പോയി. കാരണം എന്താ? ഒറ്റ ചോദ്യം മാത്രമേ ഉണ്ടായിട്ടില്ല വെച്ചാൽ, അല്ല ഒന്നും ചോദിച്ചിട്ടില്ല വെച്ചാലും ഭഗവാൻ പോയി എന്ന് പറയാം. പക്ഷെ അതല്ല, ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ ചോദ്യം നിർത്തിയിട്ട് വേണ്ടേ ഭഗവാൻ പോയി എന്ന് പറയാം. അത് പറ്റണില്ല. കാരണം ഒന്ന് കഴിയുമ്പോൾ ഒന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സറിയാതെ ധ്യാനത്തിലേക്ക് പോയി. മനസ്സറിയാതെ ഭഗവാനിലേക്ക് അങ്ങനെ പോയപ്പോൾ എന്താ പറയേണ്ടത് എന്ന പോലും അറിയാതെ കണ്ണീരണിഞ്ഞുകൊണ്ട് ഉദ്ധവൻ നിൽക്കണം. അങ്ങനെ അണിയാതിരിക്കാൻ സാധിക്കില്ല. ഉദാഹരണം പറഞ്ഞു. യഹ് പഞ്ചഹായനോ മാത്ര പ്രാതരാശായ യാചിത. പഞ്ചഹായന, 5 വയസ്സ് പ്രായത്തിൽ ഭഗവാന്റെ രൂപം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ എന്ത് ചെയ്യും? മാത്ര പ്രാതരാശായ യാചിത. മോനെ ഉദ്ധവ, വരൂ പാൽക്കഞ്ഞി കുടിക്കണ്ടേ, വരൂ ഉണ്ണി, വരൂ എന്ന് പറഞ്ഞാൽ വരില്ല, കേൾക്കില്ല. അത്ര ഇപ്പോഴത്തെ കുട്ടികളെ പോലെ തന്നെയാണ്. കാരണം എന്താ? ഇപ്പോൾ ഭഗവാന്റെ വിഗ്രഹത്തെ നോക്കിയിട്ടല്ല മറന്നു പോവുക, സ്വയം മറന്നു പോകുന്ന കുട്ടികൾ ഇന്നത്തെ കാലത്ത്. അമ്മ വിളിക്കുക, വരണില്ല. അങ്ങനെയുള്ളതായ ഉദ്ധവന് ഇതൊക്കെ എന്താണെന്ന് ആലോചിക്കുക. ഭഗവാൻ ഭക്തിയിൽ ഇങ്ങനെ ചാലിച്ച് ഇത്രയും കാലം ഭഗവാന്റെ അനുചരനായിട്ട് ജീവിച്ചതായ ഉദ്ധവന് എങ്ങനെയാണ് ഇതിന് മറുപടി പറയുക? കഥം പ്രതിബ്രൂയാത്, എങ്ങനെ മറുപടി പറയാൻ സാധിക്കും? നമ്മളൊരു സങ്കട വാർത്ത പറയാൻ ഒരു വീട്ടിലേക്ക് പോയി. ആ അമ്മയുടെ മകനെ എന്തോ പറ്റിയെന്ന് പറയാൻ വേണ്ടി പോയതാണ്. ആ പോണ സമയത്ത് അമ്മ ചോദിക്കുക, എൻ്റെ മോനെ കണ്ടിട്ടാണോ വരണത്? എന്തൊക്കെയാ വിശേഷം ചോദിച്ചാൽ എന്താ പറയാൻ സാധിക്കുക? അങ്ങനെ ഉദ്ധവൻ നിൽക്കുന്നതായ സന്ദർഭത്തിൽ ഉദ്ധവൻ ആലോചിക്കുക. പൃഷ്ടോ വാർത്താം പ്രതിബ്രൂയാത് ഭർത്തുപാദാവനുസ്മരൻ. ഭഗവാന്റെ പാദകമലങ്ങളെ ഓർമ്മിക്കുന്നതായി എനിക്ക് എങ്ങനെയാണ് ഇനി ആ ഭഗവാന്റെ തിരോധാന വാർത്ത പറയാൻ വേണ്ടി സാധിക്കുക? അല്പസമയത്ത് അദ്ദേഹം കൃഷ്ണാംഘ്രിസുധയാഭൃശം തീവ്രേണ ഭക്തിയോഗേന നിമഗ്ന സാധു നിറൂഹൃദ. ഭഗവത് ഭക്തിയിൽ ഇങ്ങനെ ലയിച്ചു പോയി, ഒരു പ്രതിമ കണക്ക് നിന്ന് പോയി എന്നാണ് ഉദ്ധവനെക്കുറിച്ച് പറയുന്നത്. ഈശ്വരഭക്തി വന്നാൽ ഞാൻ ആരാണ്, എൻ്റെ ശരീരം എന്താണ്, എൻ്റെ ഡെസിഗ്നേഷൻ എന്താണ്, എൻ്റെ ജാതി എന്താണ്, എൻ്റെ സൗന്ദര്യം എന്താണ് എന്ന് പോലും മറന്നുകൊണ്ട് നിൽക്കില്ലേ? എത്രയെത്ര ഉദാഹരണങ്ങൾ. കാളന്തി നദി പോലും ഭഗവാന്റെ വേണുഗാനം കേട്ടപ്പോൾ നിശ്ചലയായി എന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറയുന്നത് പോലെ ഭഗവത് സ്മരണ വേണ്ടതുപോലെ വന്നു കഴിഞ്ഞാൽ ഉദ്ധവന് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക? ഒരു ഭക്തിക്കൊരു രൂപം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആ ഭക്തിയുടെ രൂപമാണ് ഉദ്ധവൻ എന്ന് പറയുന്നത്. രാമനെ ധർമ്മവിഗ്രഹം എന്ന് പറയുന്നത് പോലെ ഭക്തി വിഗ്രഹം തൊടുന്നിടത്തൊക്കെ ഭക്തിയാണ് ഉദ്ധവനുള്ളത്. കണ്ണാകട്ടെ, കാലാകട്ടെ, നാവാകട്ടെ, എല്ലാം ഭക്തിമയം. അങ്ങനെയുള്ളതായ ആ ഉദ്ധവൻ മുഹൂർത്ത നേരമസാധു ഉള്ളിൽ തട്ടിയ ഭക്തിയാൽ തൽപാദസ്മൃതിയാം പീയൂഷത്തിൽ മുങ്ങിയിരുന്നു പോയി. ഭഗവാന്റെ നാമം നമ്മുടെ ഉള്ളിലേക്കാണ് പതിക്കുന്നതെങ്കിൽ, ഭഗവാന്റെ നാമം ഉള്ളിൽ നിന്നാണ് വരുന്നതെങ്കിൽ എല്ലാം നമ്മൾ മറക്കും. കണ്ണൻ്റെ പുണ്യനാമവർണ്ണങ്ങൾ കർണത്തിലെന്നു കേൾക്കും ഞാൻ, കർണത്തിൽ കേട്ടു കോൾമയീർ കൊണ്ടു കണ്ണീരിലെന്നു മുങ്ങും ഞാൻ. കണ്ണീരിൽ മുങ്ങി ശുദ്ധനായി നാമം തന്നെത്താനെന്നു പാടും ഞാൻ. ഇങ്ങനെ ഭഗവത് ഭക്തിയാൽ കണ്ണീരണിയണം. അവിടെ ഒന്നുമില്ല, ഭഗവാൻ മാത്രമാണ് യാതൊന്ന് കാണുന്നത് ഭഗവാൻ. ഇങ്ങനെ ഭഗവത് ഭക്തിയാൽ കണ്ണീർ പൊഴിച്ചുകൊണ്ട്
കോരിത്തരിച്ചുകൊണ്ട് ഭഗവത് പാദ പീയൂഷം, ഭഗവാന്റെ ആ അമൃതധാര, പീയൂഷാപ്ലാവിതോഹം എന്നൊക്കെ നാരായണത്ത് പറഞ്ഞതുപോലെ അമൃതധാര എങ്ങനെയാണോ മേൽപ്പത്തൂർ ആ തെക്ക് ഭാഗത്ത് ഇരുന്നു കൊണ്ട് 100ാമത്തെ ദശകം എഴുതിയപ്പോൾ അനുഭവിച്ചത്, അതേ അനുഭവം സാന്ദ്രാനന്ദമായിട്ടുള്ളതായ ഒരു അനുഭവം അങ്ങനെ പൊതിയുണ്ടായത്രേ ഈ ഉദ്ധവനെ എന്നാണ് പറയുന്നത്. അങ്ങനെ ഉദ്ധവൻ അല്പനേരം ഒന്നും പറയാതെ അവിടെ അങ്ങനെ ഇരുന്നു പോയി. ക്രമേണ ഭഗവത് ലോകം വിട്ടു വീണ്ടും പിറന്ന പോൽ കണ്ണും തുടച്ചു സാശ്ചര്യം ചൊന്നാൻ ഉദ്ധവനിങ്ങനെ. ക്രമേണ ആ ഭക്തിപാരവശ്യം മെല്ലെ മെല്ലെ ആ ഭഗവത് ലോകത്തിലേക്ക് വീണ്ടും ജനിച്ചതുപോലെ. അല്പനേരം മരിച്ചു എന്നാ, മരിച്ചാൽ ഒന്നും അറിയില്ലല്ലോ, അതുപോലെ അല്പനേരം മരിച്ചുപോയി ഉദ്ധവൻ. കുറച്ച് നേരത്തേക്ക് ആ ഭഗവത് ഭക്തിയിൽ ആറാടി നിന്നപ്പോൾ മരണത്തിന് തുല്യമായ സാന്ദ്രമായ ഒരു ആനന്ദം അനുഭവിച്ചു. വീണ്ടും ജനിച്ച പോലെ, വീണ്ടും ജനിച്ചതുപോലെ ഉദ്ധവൻ തിരിച്ച് ലോകത്തിലേക്ക് തന്നെ വന്നു. കണ്ണും തുടച്ചു സാശ്ചര്യം. കുറേ ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ, അതിന് വല്ലതും മറുപടി പറയണമല്ലോ എന്നുള്ളതായ ചിന്തയിലേക്ക് വിമൃജ്യ നേത്രേ വിദുരം പ്രത്യാഹോദ്ധവ ഉസ്മയൻ. അത്ഭുതത്തോടുകൂടി ആശ്ചര്യത്തോടുകൂടി ശനകൈഹി ഭഗവത് ലോകാൻ. ഗുരുവായൂരമ്പലത്തിൻ്റെ നടയിൽ ആരുമില്ലാതെ ഭഗവാനെ കണ്ടുകൊണ്ട് അല്പനേരം നിൽക്കാൻ ഒരവസരം കിട്ടിയാൽ എല്ലാം മറക്കില്ലേ? പക്ഷേ വീണ്ടും വന്നിട്ട് സെക്യൂരിറ്റിക്കാർ വരൂ എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ എങ്ങോട്ട് പോവുക? സാധാരണ ലോകത്തിലേക്ക് വരിക എന്ന് പറയുന്നത് പോലെ പെട്ടെന്നാണ് ഉദ്ധവന് മനസ്സിലായത്, യമുനാപുളിനാണല്ലോ, മുന്നിൽ വിതുരനുണ്ടല്ലോ, എന്നോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതായ ചിന്ത ഉദ്ധവന് ഉണ്ടാവുകയുണ്ടായി അത്രേ. എന്താ വിതുരൻ ചോദിച്ചത്? ഹേ ഉദ്ധവ തീർത്ഥകീർത്തേ, ഹേ നോക്കൂ, തീർത്ഥകീർത്തിയുടെ വാർത്തയെ വേണ്ടതുപോലെ തീർത്ഥകീർത്തിയായ അജസ്യ അജൻ്റെ ഭഗവാന്റെ വാർത്തയെ സഖേ കീർത്തയ കീർത്തിക്കുവാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തീർത്ഥകീർത്തിയായ ഭഗവാനെ സ്മരിച്ച് കണ്ണീരണിഞ്ഞതായ ഉദ്ധവൻ മറുപടി പറയാൻ അല്പനേരം കൊണ്ട് പര്യാപ്തനായി എന്നാണ് പറഞ്ഞത്. ആദ്യം തന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? ഉദ്ധവൻ പറഞ്ഞത് കൃഷ്ണദ്യുമണിയും പോയി കാലസർപ്പം വിഴുങ്ങിയും കൃഷ്ണദ്യുമണി നിമ്ലോചേ ഗീർണേഷ്വജഗരേണ. കാലമാകുന്ന സർപ്പം വിഴുങ്ങി കൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ചു. ആദ്യം പറഞ്ഞത് കൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ചു. ഇനി മറ്റൊന്നും പറയേണ്ട കാര്യമില്ല കേട്ടോ. ഇതാണ് വാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുക. രാമനെ കണ്ടുവോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷയോടുകൂടി ശ്രീരാമചന്ദ്രസ്വാമി ഇരിക്കുമ്പോൾ ഹനുമാൻ സ്വാമി വന്നിട്ട് ആദ്യം പറഞ്ഞത് കണ്ടു ഞാൻ സീതയെ എന്ന്. സീതയെ കണ്ടു എന്നുമല്ല പറഞ്ഞത്, ആദ്യം എന്താ പറഞ്ഞത്? ആകാംക്ഷയെ പൂർത്തീകരിച്ചു, കണ്ടു. സോ നോ ഡൗട്ട് അറ്റ് ഓൾ, അതിനുശേഷം സംശയമുണ്ടാവില്ല. അതുപോലെ എന്താ പറഞ്ഞത്? കൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ചു, കാലമാകുന്ന പാമ്പതിനെ വിഴുങ്ങി. കാലമാകുന്ന പാമ്പ് വിഴുങ്ങാത്തവരായിട്ട് ആരാളുള്ളത്? കാലാഹി എന്ന് പറഞ്ഞില്ലേ? കാലമാകുന്ന പാമ്പ് എപ്പോഴാണ് വിഴുങ്ങാൻ തുടങ്ങിയത്? എപ്പോഴാണോ നമ്മൾ ജനിച്ചത് അതുമുതൽ നമ്മെ വിഴുങ്ങാൻ വേണ്ടി തുടങ്ങി ഇല്ലേ? ആലോചിച്ച് നോക്കൂ. ഈ കാലാഹിയാണ് ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത്. ഈ ഭയത്തിൽ നിന്നും രക്ഷയുണ്ടാകണമെങ്കിലാണ് ഭഗവാൻ വേണ്ടി വരുന്നത്. കർമ്മഗ്രാഹം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം അങ്ങനെയുള്ളതായ ആ കർമ്മഗ്രാഹം കാലമാകുന്ന പാമ്പ് ഭഗവാനെയും വിഴുങ്ങിയിരിക്കുകയാണ്. ശ്രീ കെട്ടു, ഐശ്വര്യമില്ലാതെ പോയി. ജയതീതേധികം ജന്മനാവ്രജാശ്രയത ഇന്ദിര. എവിടെയാ ഐശ്വര്യം ഉണ്ടാവുക? എവിടെയാണ് ഇന്ദിരയുള്ളത്? ഇന്ദിരയുണ്ടാകണമെങ്കിൽ ആരുണ്ടാകണം? ഇന്ദിരാകാന്തൻ ഉണ്ടാകണം. അപ്പം അങ്ങനെയുള്ളതായി ഇന്ദിരാകാന്തൻ പോയതോട് കൂടിയിട്ട് ഭാഗ്യം കെട്ടിരിക്കുകയാണ് ലോകം. അങ്ങനെ ഭാഗ്യഹീനമായ യദുകുലത്തെക്കുറിച്ച് ഞാനിനി എന്താണ് പറയേണ്ടത് എന്നാണ് പറയുന്നത്. ആ പാലാഴിയിൽ നീന്തുന്നതായ മത്സ്യം ആ ചന്ദ്രനെ കണ്ടിട്ട് വിലമതിക്കാത്തതുപോലെ തൻ്റെ കൂടെ തന്നെ ജീവിച്ചവനായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ കണ്ടിട്ടും അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോയല്ലോ യാദവന്മാർക്ക്. എന്തൊരു നിർഭാഗ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈശ്വരനെ അറിയണില്ല, പക്ഷെ ഭഗവാൻ കൂടെയുണ്ട്. അങ്ങനെ ജീവിച്ചവരായ യാദവന്മാരെ ഓർത്ത് ഞാനിതാ വിഷമിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഭഗവാൻ എടുത്തിട്ടുള്ളതായ സ്വരൂപം,
ബ്രഹ്മാവിൻ്റെ സകല കഴിവും ഈശ്വര സൃഷ്ടിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വിതുരൻ ഇവിടെ പറയും. കൗശലമിത്യമന്യത, വിധാതുവിൻ്റെ ബ്രഹ്മാവിൻ്റെ കൗശലം, സൃഷ്ടിക്കുള്ളതായ കൗശലം വേണ്ടതുപോലെ ഭഗവാനിൽ നൽകിയിട്ടുണ്ട്. വേദങ്ങൾ തൻ വാസ്തവമാകുമർത്ഥം, വേദത്തിൻ്റെ അർത്ഥമാണ് ഭഗവാൻ എന്ന് പറയുക. സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം, അല്ലേ? വാക്കുകളെടുത്ത് അമ്മാനമാടുന്ന നാരായണീയത്തിൽ പോലും ഭഗവാന്റെ സൗന്ദര്യത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കാതെ നിന്നിട്ടില്ലേ? മേൽപ്പത്തൂരെന്നൊക്കെ ആലോചിച്ച് നോക്കൂ. അത്രയും സൗന്ദര്യമുള്ളവനായ ഭഗവാനെക്കുറിച്ച് പറയുകയാണ്. ഈ വിതുരോദ്ധവ സംവാദത്തിൽ ഭഗവാന്റെ ലീലകൾ മുഴുവൻ ചുരുക്കി വർണ്ണിക്കുന്നുണ്ടെന്നാ. പറയാതിരിക്കാൻ സാധിക്കണില്ല. 10ാമത്തെ സ്കന്ധത്തിൽ ഭഗവാനെ കുറിച്ചിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ ഭഗവാന്റെ മുഴുവൻ ലീലകളും ഇവിടെ 2, 3, 4 അധ്യായത്തിലായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ദശമസ്കന്ധത്തിൻ്റെ ചുരുക്കം മനസ്സിലാക്കണമെങ്കിൽ എവിടെ ചെന്നാൽ മതി? ഈ വിതുരോദ്ധവ സംവാദത്തിൽ ചെന്നാൽ മതി എന്നാണ് പറയണത്. ഭഗവാന്റെ വൃന്ദാവന ലീലകൾ ഭംഗിയായിട്ട് ഇതിനകത്ത് വിസ്തരിക്കുന്നുണ്ട്. ദ്വാരകാലീലകൾ, മധുരാലീലകൾ ഒക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒടുവിലായിട്ട് ഭഗവാന്റെ ശരീരത്യാഗത്തെ കൂടി വിസ്തരിക്കുന്നുണ്ട്. ഈശ്വരേച്ഛയ ജര എന്ന് പറഞ്ഞതായ കാട്ടാളൻ ശരീരത്തിലേക്ക് അമ്പയച്ചപ്പോൾ അതുപോലും തൻ്റെ ഹിതമാണെന്നറിഞ്ഞുകൊണ്ട് തൻ്റെ ശരീരത്യാഗത്തിന് കാരണഭൂതനായ ജര എന്ന് പറഞ്ഞ കാട്ടാളനെ പോലും അനുഗ്രഹിച്ചുയർത്തിയ ജീവകാരുണ്യം, ഭഗവത് കാരുണ്യം, അതാണ് ശ്രീകൃഷ്ണ പരമാത്മാവെന്ന് പറയുന്നത്. ഇത്രയും കാരുണ്യം ആർക്കാണ്ടാവുക? ഏതെങ്കിലും രീതിയിൽ വാക്കിലൂടെ, നോക്കിലൂടെ, കർമ്മത്തിലൂടെ നമ്മെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവനോടുള്ള സമീപനം എന്താണ് നമ്മുടേത്? പക്ഷെ തൻ്റെ ശരീരത്യാഗത്തിന് കാരണഭൂതനായ ജരയെപ്പോലും അനുഗ്രഹിച്ചുയർത്തിയവനാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. അങ്ങനെയുള്ളതായ ഉദ്ധവൻ ഭഗവാന്റെ ഈ തിരോധാന വാർത്ത വിതുരനോട് പറയുകയുണ്ടായി. ആ പറഞ്ഞതായ സന്ദർഭത്തിൽ വിതുരൻ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അല്ലയോ മഹാനായ ഉദ്ധവ, ജ്ഞാനം പരം സ്വാത്മരഹ പ്രകാശം യഥാഹ യോഗേശ്വര ഈശ്വരസ്തേ വക്തും ഭവാന്നോർഹതി യദ്ധി വിഷ്ണോഹോ ഭൃത്യാസ്വഭൃത്യാർത്ഥകൃതശ്ചരന്തി. അങ്ങയ്ക്ക് ലഭ്യമായിട്ടുള്ള ഈ ജ്ഞാനത്തെ എനിക്കും ഒന്ന് വേണ്ട രീതിയിൽ പറഞ്ഞു തരണേ എന്ന് ഉദ്ധവനോട് ആവശ്യപ്പെടുന്നതായ രംഗം. അപ്പോഴാണ് ഉദ്ധവൻ പറഞ്ഞത്, അല്ലയോ വിതുര, അങ്ങ് ഭാഗ്യവാനാണ്. അങ്ങേക്ക് ഈ ഭാഗവതമാകുന്ന അമൃതിനെ നൽകാൻ വേണ്ടിയിട്ട് മൈത്രേയ മഹർഷിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ മുന്നിൽ നിന്ന് എന്ന് കേട്ടതായ സന്ദർഭത്തിൽ വിതുരൻ അറിയാതെ കൈകൂപ്പി. കാരണം ഇത്രയും കാരുണ്യ ഭഗവാൻ എന്നോട് കാട്ടിയല്ലോ എന്നുള്ളതായ ചിന്തയോട് കൂടിയിട്ട് അവിടുന്ന് വിതുരൻ മൈത്രേയ മഹർഷിയെ കാണുന്നതിനായിട്ട് പോകുന്നതായ രംഗത്തോടു കൂടിയാണ് വിതുരോദ്ധവ സംവാദം സമർപ്പിക്കുന്നത്. ഉദ്ധവൻ ഭഗവാനേക്കാളും കുറവല്ല, ഭഗവാന് സമനാണ്. ഭഗവത് ഭക്തനായ ഉദ്ധവൻ്റെയും ഭഗവത് ഭക്തനായ വിതുരൻ്റെയും യമുനാ തീരത്തുള്ളതായ സംവാദത്തിലൂടെ നമുക്കും ഭഗവാനിലേക്ക് അടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്രവേദിയിൽ ഇരിക്കാൻ സാധിച്ചതിന് ഭഗവാനോടും സജ്ജനങ്ങളോടുമുള്ളതായ കാരുണ്യം ഒന്നുകൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ അല്പവാക്കുകൾ ഭഗവത് പാതാരബിന്ദങ്ങളിലായിട്ട് സമർപ്പിക്കുന്നു. ഏവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരി ഓം നാരായണ. കായേന വാചാ മനസേന്ദ്രിയൈർവാം ബുദ്ധ്യാത്മനാ വാനുസൃതസ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓ